നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. സംസരസ്വത്യേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ഈ ഒന്നാം ദശകം ഉറച്ചു കിട്ടിയാൽ നാരായണീയ മുഴുവൻ ഉറച്ചു കിട്ടി, അത് ഉറപ്പാണ്. ഗീതയിൽ രണ്ടാമത്തെ അധ്യായം ഉറച്ചു കിട്ടിയാൽ ഗീത മുഴുവൻ ഉറച്ചു കിട്ടി. സാഖ്യം ഉറച്ചാൽ ബാക്കി 16 അധ്യായവും കയ്യിൻ്റെ ഉള്ളിൽ കിട്ടും. സാഖ്യത്തിൽ പറഞ്ഞതിനെ എതള് പടർത്തിയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാം ദശകത്തിൽ തന്നെ ഭട്ടതിരി പറയാനുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഈ പറഞ്ഞതിനെ ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്യും, ഇതിനെ ഞാൻ എങ്ങനെ നേടും എന്ന് കാണിക്കാൻ വേണ്ടി ബാക്കി 98 അധ്യായം പറഞ്ഞിട്ട് അവസാനം എനിക്കിത് കിട്ടി എന്ന് കാണിച്ചു തരാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ നേരെ റിവേഴ്സ് ക്രമത്തിൽ ആശയങ്ങളെ മുഴുവൻ അടുക്കി അഗ്രേ പശ്യാമി തൊട്ട് അങ്ങോട്ട് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് ഒന്നാം ദശകം മനസ്സിലാക്കിയാൽ അവസാന ദശകവും അസലായി മനസ്സിലാവും. അവസാന ദശകത്തിൻ്റെ ചാറ് നമുക്ക് അകത്തേക്ക് കിട്ടണമെങ്കിൽ അത് നമുക്ക് പിടിക്കണം, ദേഹത്ത് പിടിക്കുക പറയും മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം. ആ പിടിക്കണമെങ്കിൽ ഒന്നാമത്തെ ദശകത്തിനെ നന്നായിട്ട് പിടിപ്പിക്കണം. ശുഭലക്ഷണമായിരുന്നു. വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അകത്ത് ദീപാരാധന വന്നു. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരമേശ്വര സാർ ഗുരുവായൂരപ്പൻ്റെ കളഭവും പ്രസാദവും സകലതും കൊണ്ടുവന്നു. ഗുരുവായൂരപ്പൻ തന്നെ വന്നതുപോലെ സന്തോഷം. സാറേ, ഈ അവസരത്തിൽ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. രാമയ്യർ പരമേശ്വരൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനവധി വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കോയ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നാരായണൻ എന്നു പേരുള്ള ഗുരുസ്വാമി എന്ന് ഞങ്ങളൊക്കെ വിളിക്കണ മഹാത്മാവ് അദ്ദേഹമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യം രാവിലെ ഗുരുവായൂരപ്പന് വിഷ്ണു സഹസ്രനാമം പരദേശ ബ്രാഹ്മണൻ ചെയ്യണം എന്നാണ് നിയമം. അത് വാതിൽമാടത്തിൽ ഇരുന്ന് ജപിക്കുന്ന അദ്ദേഹമാണ്. പരമേശ്വര സാറ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഇന്നും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ, നമ്മുടെ ഫേസ്ബുക്കിൽ ഗുരുവായൂരിൻ്റെ പഴമയെക്കുറിച്ച്, പഴയ പുരാരേഖകളെക്കുറിച്ച് നിരന്തരം ലേഖനങ്ങൾ എഴുതുന്നത് സാറാണ്. അതുകൊണ്ട് അതിപ്പോൾ ഒരു ഗ്രന്ഥരൂപത്തിൽ പുറത്തു വരാനും കൂടെ പോവുകയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിന് വളരെയധികം സന്തോഷത്തെ നൽകുന്നു. സന്ദർഭവശാലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നാരായണീയത്തിൻ്റെ ഈ ഒന്നാമത്തെ ശ്ലോകം സാന്ദ്രാനന്ദാവബോധാത്മകമനുപവിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രയെ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇതിൽ ആദ്യത്തെ ഒന്നും അറിയില്ലെങ്കിലും എല്ലാവർക്കും ഈ സാന്ദ്രാനന്ദം എന്ന് കേട്ടാലും മനസ്സിലാവും
ഹന്തഭാഗ്യം ജനാനെന്ന് സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ പറയുകയും ചെയ്യും അല്ലേ? എന്ത് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ കുറിച്ച് എന്ത് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ പറയും ഒരു ഹന്തഭാഗ്യം ജനാനാം എന്നങ്ങോട്ട് ഒരു കാച്ചങ്ങോട്ട് കാച്ചു. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ സംസ്കൃതത്തിൽ സാധാരണ ഏത് ഭാഷയിലും ആരെങ്കിലും കഷ്ടം എന്തൊരു ഭാഗ്യം എന്ന് പറയുമോ? കഷ്ടം എന്തൊരു ഭാഗ്യം എന്ന് ആരും പറയില്ല. വാവ് അഹോ എന്തൊരു ഭാഗ്യം എന്നാണ് പറയേണ്ടിയിരുന്നത്. ഹന്തഭാഗ്യം ജനാനാന്ന് ഭട്ടതിരി എഴുതി വെച്ചാൽ അപ്പോൾ എന്തോ ഒരു കാര്യമുണ്ട് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഭട്ടതിരിയുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ ഒന്നാമത്തെ ശ്ലോകം സത്യം പറഞ്ഞ ഒരു വെറും പ്രാർത്ഥനയല്ല, ഭക്തിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളൊരു മഹാവാക്യമാണ്. ഈ ഒന്നാമത്തെ ദശകത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, ഈ പറയുന്ന മഹാവാക്യങ്ങൾ മുഴുവനുമായിട്ട് എതളുപിരിക്കാൻ പറ്റുന്ന ദശകമാണത്. ഉപനിഷത്തിനെ അങ്ങനെ എടുത്ത് ആദ്യത്തെ ദശകത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഫൗണ്ടേഷണൽ പോർഷനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഭട്ടതിരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഭട്ടതിരിക്ക് കമ്പവാദമായിരുന്നു. വിറയ്ക്കണ നാക്ക്, കയ്യ്, ശരീരം മുഴുവൻ വിറയാണ്. ആ വിറയോട് കൂടിയിട്ട് ഏറ്റവും നന്ദിയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മൾ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അതിൽ നിറഞ്ഞു തുളുമ്പേണ്ട ആദ്യത്തെ ഭാവം നന്ദിയാണ്. കാരണം ഭഗവാൻ നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ കോടിയിലൊരംശം പോലും തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണത്. ആ നന്ദിയോടുകൂടി കൃതജ്ഞതാപൂർവം ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള അദ്വൈത സത്യത്തിൻ്റെ ഇടിമുഴക്കം പോലുള്ള ശ്ലോകമാണ് ഘോഷിക്കുക ചെയ്യുന്നത് ഭട്ടതിരി. അതൊരു ആപേക്ഷയല്ല. നോക്കൂ, നമുക്കൊക്കെ അറിയാം അദ്ദേഹം രോഗത്തിൻ്റെ പാരമ്യതയിലാണ് അവിടെ എത്തിച്ചേരണത്. അതിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ട് അദ്ദേഹം ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാനെ എനിക്കെൻ്റെ രോഗത്തിനെ മാറ്റിത്തരണേന്നൊന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അപേക്ഷിക്കുക ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ വരുന്നത് തന്നെ ഒരു തിരിച്ചറിവോടെയാണ്. എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് അനവധി മിഥ്യാധാരണകളുമായിട്ടാണ്. ഭഗവാനെ ആദ്യം കാണാൻ പോണവനും 5000ാമത്തെ തവണ കാണാൻ പോണവനും ഈ മിഥ്യാധാരണ മാറാണ്ടാണ് പോണത്. നേരെ മറിച്ച് ഗുരുവായൂരപ്പനെ തിരിച്ചറിഞ്ഞു പോവുകയാണെങ്കിൽ, മനുഷ്യസാധ്യമല്ല എന്നാലും അല്പം ഒരു തിരിച്ചറിവ്. അതിനാണല്ലോ ശാസ്ത്രങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഈ വേദങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശ്രുതിഗീതയിൽ പറയുന്നില്ലേ, വേദം എന്താ പറയണത്? എവിടെയാണോ വാക്ക് തോറ്റു മടങ്ങണത് അവിടെയാണോ അവിടെ നിന്ന് ഇരിക്കണമെന്നുള്ളതിനെ ചുരുക്കി പറയുകയാണ് ചെയ്തത് ശ്രുതിഗീതയിൽ. വാക്കുകളെ കൊണ്ട് നിന്നെ വർണ്ണിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും കൊണ്ടുവേണം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ എന്നുള്ളതാണ്. ആ തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ തിരിച്ചറിവ് പ്രാർത്ഥനയാവും. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിവില്ല, നീ ആരാന്ന് പോലും എനിക്കറിയില്ല, ഞാൻ എന്തിനാ നിൻ്റെ അടുത്തേക്ക് വരുന്നതെന്നും എനിക്കറിയില്ല, എനിക്ക് വരാൻ തോന്നുന്നു, ഞാൻ വരുന്നു. ഈ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ യഥാർത്ഥ പ്രാർത്ഥന. പദം ഛേദിക്കുമ്പോൾ സാന്ദ്രം, ആനന്ദം, അവബോധം, ആത്മകം, അനുപമിതം, കാലം, ദേശം, അവധിഭ്യാം, നിർമുക്തം, ഇങ്ങനെ പോകുന്നത് പദം മുറിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ രസമായിട്ടത് മുറിച്ച് അർത്ഥം നോക്കി പോവാം. സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഇടതൂറിൽ നിൽക്കണത്, വിടവുകൾ ഒട്ടും ഇല്ലാത്തത്, ഇടയിലൊരു ഗ്യാപ്പ് പോലും ഇല്ല എന്നർത്ഥം. അത് ആനന്ദത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ് ആ വിശേഷണത്തിന്. പെട്ടെന്ന് വന്നു പോകണ സന്തോഷം. നമ്മുടെ മാതിരി ഇന്ന് രാവിലെ ഒരു നല്ല വാർത്ത കേട്ടു, അല്ലെങ്കിൽ ലോട്ടറി കിട്ടി, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ലോട്ടറിയുടെ ഡേറ്റ്, സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നോ കഴിഞ്ഞു പോയിന്ന്. അതോട് കൂടിയിട്ട് അത് തീർന്നു അല്ലേ? ഇതുമാതിരി വന്നു പോകുന്ന തരം സന്തോഷം അല്ല, നേർത്തിട്ടുമല്ല, വളരെ ലൈറ്റായിട്ട് സന്തോഷമുണ്ടോ? കുറച്ചൊക്കെ സന്തോഷമുണ്ട്, അങ്ങനെ പറയുമല്ലോ നമ്മൾ അല്ലേ, കുറച്ചൊക്കെ സന്തോഷമുണ്ടെന്ന്. ആ കുറച്ചുള്ള സന്തോഷം നേർത്തിട്ടുള്ള സന്തോഷമല്ല, പിന്നെന്താ? കട്ട പിടിച്ചിട്ടുള്ള ആനന്ദമാണ്. ആനന്ദിരുമേനി പറയും സച്ചിദാനന്ദ കട്ടാന്ന് ഗുരുവായൂരപ്പനെ. സച്ചിദാനന്ദ കട്ടയാണെന്നാണ് പറയുക ഗുരുവായൂരപ്പനെ. ആ കട്ടിയായിട്ടുള്ള ആനന്ദം, യാതൊരുവിധ പൊള്ളത്തരങ്ങളും ഇല്ലാത്ത പരിപൂർണത, അതാണ് ഗുരുവായൂരപ്പൻ്റെ. ഒരു വേർഡിൽ ഗുരുവായൂരപ്പനെ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിച്ച ആനന്ദം അതാണെന്നാണ്. അതുകൊണ്ടാണ് ആ ഒന്നാമത്തെ വാക്ക് ഭട്ടതിരി അത് ഉപയോഗിച്ചത്. ഭട്ടതിരിക്ക് അത് നല്ല ബോധമുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ചാൽ പൂർവ്വ പുണ്യമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം തീർച്ചയായിട്ടും പൂർവ്വത്തിൽ ഭഗവാനെ ഉപാസിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ മാഹാത്മ്യം അങ്കുരമുനി പ്രണീതമായിട്ടുള്ള മഹാത്മ്യം പറയുമ്പോൾ വ്യാസമഹർഷി തന്നെ നാരായണ ഭട്ടതിരിയായിട്ട് ജനിച്ചു എന്ന് അങ്കിരസ മഹർഷി പറഞ്ഞു വയ്ക്കണു അല്ലേ? സൂതൻ ഋഷിമാരുടെ അടുത്ത് പ്രയാഗയിൽ വെച്ച് പറയണത് നമ്മൾ ഇന്നലെ കേട്ടു.
അപ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ പൂർവ്വപുണ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കട്ട പിടിച്ചിട്ടുള്ള ആനന്ദമാണ്. ആ ആനന്ദം വെറും സുഖമല്ല, മറിച്ച് എന്താ യഥാർത്ഥ ആധ്യാത്മിക ആനന്ദത്തിൻ്റെ ലക്ഷണം എന്താ? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലരും പറയും എനിക്ക് ആ അനുഭവം ഉണ്ടായി, ഈ അനുഭവം ഉണ്ടായി, ഞാൻ ആ ദർശനം കിട്ടി, ഈ ദർശനം കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ചിലരൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്, ശരത്തെ ഞാൻ ഒരു നീല വെളിച്ചം കണ്ടുകൊണ്ടിരിക്കണു, രാത്രിയായി കഴിഞ്ഞാൽ പച്ച വെളിച്ചം കാണുന്നുണ്ട്, മയിൽപ്പീലി പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ഒന്ന് ബ്രെയിൻ സ്കാൻ ചെയ്യണം, നന്നായിരിക്കും. അത് മോശർത്ഥത്തിലല്ല പറഞ്ഞത്, സ്നേഹം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പരിഹസിക്കാനോ ഒരാൾക്ക് അനുഭവം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടല്ല. അപ്പോൾ ആ പറയണതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഈ കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നാറ് ചോദിക്കും. എനിക്കൊരു പേടിയും പരിഭ്രമമൊക്കെ വരും ഇത് കണ്ടു കഴിയുമ്പോൾ എന്ന് പറയും. അപ്പോൾ പറയും യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികാനുഭൂതിയാണെങ്കിൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശാന്തരാവും, കൂടുതൽ ഗ്രൗണ്ടഡാവും, കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും നമ്മുടെ ചിന്തയ്ക്ക്. യഥാർത്ഥത്തിൽ ഭഗവാൻ തരുന്ന ആധ്യാത്മികാനുഭൂതിയാണെങ്കിൽ. നേരെ മറിച്ച് നമ്മുടെ മനസ്സ് നമ്മളെ കളിപ്പിച്ചിട്ടുണ്ടാക്കണ അനുഭൂതിയാണെങ്കിൽ ആ അനുഭവം വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ പകച്ചിരിക്കും, കൂടുതൽ ഭയന്നിരിക്കും, കൂടുതൽ വിറകൊള്ളും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആധ്യാത്മികാനുഭൂതിയും മനസ്സിൻ്റെ കളിയും തിരിച്ചറിയാനുള്ള ലളിതമായ മാർഗം ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലർ പറയും ഞാൻ ആ ആലിൻ്റെ താഴെ കൃഷ്ണനെ കണ്ടു, ചില അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പണ്ട് കാശി തമ്പുരാനെ കുറിച്ചൊരു കഥയുണ്ട്. ഗുരുവായൂർ ശരീരനായിട്ടുള്ള മനോരമ വേണുവട്ടം പറഞ്ഞു തന്നൊരു കഥ. അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഞാനത് ഇന്നാൾ കൂടെ എവിടെയോ പറഞ്ഞു, ഇവിടെ ഉത്തര ഗുരുവായൂരപ്പനിൽ ഡൽഹിയിൽ ഊരകത്തിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ അതിൻ്റെ അവിടുത്തെ ആലിൻ്റെ മുകളിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഓടിക്കൂടാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണൻ ആലിൻ്റെ മുകളിലിരിക്കുന്നു. നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ആൾക്കാർ ഒഴുകുകയാണ് ഊരകത്തേക്ക്. 50കളിലോ 60കളിലോ ഉണ്ടായ കഥയാണ്. അപ്പോൾ തമ്പുരാൻ ഇവിടെ ഇരിക്കപ്പുറതിയില്ല, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് ഇത് കാണണം. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഗുരുവായൂർ നമ്മൾ രാത്രി ശിവേലിയുടെ പുറകിൽ ഹരേരാമ ചൊല്ലിക്കൊണ്ട് ആൾക്കാർ പോണ കാണാം അല്ലേ? അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഒരു കുട്ടിയെ തോളത്തിരുത്തി ഗുരുവായൂരപ്പൻ്റെ പടം വെച്ച് ആന കളിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ ആനയുടെ പുറകിൽ പോയിരുന്ന ആളാ ഗുരുവായൂർ. ഇന്നത്തെ പ്രസാദഊട്ടിൻ്റെ പിതാവും അദ്ദേഹമാണ്. കൊച്ചി രാജവംശത്തിൽ രാജഭരണത്തിൽ അവകാശം ഇരിക്കെ കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ മാനേജിങ് ഡയറക്ടറായിരിക്കുമ്പോൾ, നിരീശ്വരവാദിയായിരിക്കുമ്പോൾ അതിതീവ്രമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ട് ഭഗവാന്റെ വഴിയിലേക്ക് വന്ന ആളാണ്. ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ ഉണ്ണിയുടെ വിഗ്രഹങ്ങൾ കേരളത്തിലെത്താൻ കാരണവും അദ്ദേഹമാണ്, കാശി അപ്പൻ തമ്പുരാൻ. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള കുറച്ച് കുട്ടികളെയൊക്കെ കൂട്ടി, അന്ന് വേണുവട്ടനൊക്കെ ചെറുപ്പമാണ്, ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഊരകത്തേക്ക് ഒരു ടാക്സി കാറിൽ എല്ലാവരും കൂടെ കുത്തി നിറച്ചിട്ട് പോയി. അവിടെ ചെന്നിറങ്ങി ചെല്ലുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ആ ആലിൻ്റെ താഴെ ജനസമുദ്ര. എല്ലാവരും ആലിലേക്ക് നോക്കി പറഞ്ഞു, അതാ നീല നിറം കാണുന്നുണ്ട്, അതാ മഞ്ഞപ്പട്ട് കാണുന്നുണ്ട്, കിങ്ങിണി കാണുന്നുണ്ട്, ചന്ദനത്തിൻ്റെ മണം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര ആകെ ബഹളം. തമ്പുരാൻ ആലിൻ്റെ ചുറ്റും ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒന്നും കാണുന്നില്ല. അവസാനം വളരെ വിഷമിച്ചിട്ട് വന്നിട്ട് വേണുവട്ടൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്രേ, എനിക്കോ കാണാൻ ഭാഗ്യമില്ല, ഞാൻ മഹാഭാവി, ഇത്രയും പേർക്ക് ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ട്, എനിക്ക് കാണാനുള്ള യോഗമില്ല, നമുക്ക് അമ്പലത്തിലെങ്കിലും പ്രദക്ഷിണം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുന്നു, കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത ആലോചിച്ച് നോക്കൂ. നമ്മളാണെങ്കിൽ പറയും ഞാൻ അത് കണ്ടു ഇത് കണ്ടു അല്ലേ? അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും നിഷ്കളങ്കതയും അതാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്ന ആധ്യാത്മികാനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ആ ആധ്യാത്മികാനുഭൂതിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ സംതൃപ്തിയാണ്. യഥാർത്ഥ സംതൃപ്തി, നിറവ് ഈ അനുഭവത്തിൽ കൂടെ മാത്രമേ വരുള്ളൂ, അത് ഉറപ്പാണ്. ആ സംതൃപ്തിയിൽ നിന്ന് കിട്ടുന്ന എന്തൊരറിവുണ്ടോ, ആ ഡയറക്റ്റ് നോളജ്, ഒന്നിനെ അറിഞ്ഞിട്ട്. സ്ഥിരം പറയാറുള്ള എക്സാമ്പിളാണ്, മധുരം എന്താന്ന് ചോദിച്ചാൽ ഒരു കൊച്ചുകുട്ടിക്ക് ചെറുപ്പം തൊട്ട് മധുരം കൊടുക്കാണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് എല്ലാ വർഷവും അതിനെ കുറേ പ്രഭാഷണം കേൾപ്പിക്കുക, മധുരം എന്താന്ന്, കുറേ പുസ്തകം വായിപ്പിക്കുക, എന്താ മധുരം എന്ന് പറഞ്ഞിട്ട്. കുട്ടി മധുരത്തിൻ്റെ പ്രഭാഷണവും മധുരത്തിൻ്റെ പുസ്തകവും വായിച്ചിട്ട് മധുരം ഇതാണ്, മധുരം അതാണ്, മധുരം ഇതാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് പോവും. ഇനി വേറൊരു കുട്ടിക്ക് ജനിച്ച ഉടനെ അമ്മ അല്പം പഞ്ചസാര നാക്കി തേച്ചു കൊടുത്തു, അപ്പോഴേ അതിന് മധുരം എന്താണെന്ന് മനസ്സിലായി. കൂടുതലൊന്നും വേണ്ടി വന്നില്ല, ഒരു പുസ്തകവും വായിക്കണ്ട, ഒരു പ്രഭാഷണവും കേൾക്കണ്ട. ആദ്യത്തെ കുട്ടിക്ക് വളഞ്ഞ വഴിക്കാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ദിവസം
ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും പഞ്ചസാര കൊടുക്കും. ഈ കുട്ടിക്ക് ജനിച്ച ഉടനെ കിട്ടി. ഈ നേരിട്ട് കിട്ടുന്ന അറിവ് അവബോധം എന്ന് പറയും. അതുകൊണ്ടാണ് അവിടെ അവബോധം എന്ന വാക്ക് വെച്ചിട്ടുള്ളത്. അത് ഊഹല്ല, ഊഹിച്ചിട്ടുണ്ടാക്കുന്നതല്ല അവബോധം. അവബോധം ഉള്ളിലുണ്ടാകുന്ന വരുന്ന അറിവാണ്. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത് നമ്മളിതപ്പോൾ ഒരു സാധാരണ ഞാൻ സ്ഥിരം പറയാറുള്ള എക്സാമ്പിൾ, ഈ പെൻ ഡ്രൈവ് എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു 10 TB ടെറാബൈറ്റിൻ്റെ ഡാറ്റയുണ്ട്. വേദശാസ്ത്രങ്ങൾ മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ഇത് മുഴുവൻ ഒരു മനുഷ്യൻ പുരുഷായുസ് കൊണ്ട് പഠിച്ചു തീർക്കണമെങ്കിൽ ചിലപ്പോൾ സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് പെൻ ഡ്രൈവിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ കാണിക്കും 30 minutes അല്ലെങ്കിൽ 5 minutes എന്ന് പറഞ്ഞിട്ട് സ്പീഡ് അനുസരിച്ചിട്ട്. ഡ്രൈവിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടും കപ്പാസിറ്റി അനുസരിച്ചിട്ടും അതിവേഗതയിൽ ഇതിങ്ങോട്ട് വരും. 10 ടെറാബൈറ്റ് ഡാറ്റയും ഇതിൻ്റെ ഉള്ളിലേക്ക് വരും, ഡൗൺലോഡാവും. അത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ ബുദ്ധിയിലേക്ക് കൊണ്ടുവരാനോ കാലങ്ങളെടുക്കും, ആയുസ് എടുക്കും. പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് ഇത് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ദക്ഷിണാമൂർത്തി അതാ ചെയ്യണത്. തെക്കോട്ട് നോക്കിയിരുന്ന് ചിന്മുദ്ര പിടിച്ച് ഒരു നിമിഷാർദ്ധത്തിൽ മൗനം കൊണ്ട് പ്രപഞ്ചത്തിലുള്ള സകല അറിവിനെ അങ്ങ് ഡൗൺലോഡ് ചെയ്തു. അദ്ദേഹം സംസാരിക്കില്ല, മൗനത്തിൽ കൂടെയാണ് കൊടുക്കുന്നത്. അത് ഈ അവബോധമാണ്. അവബോധമായിട്ടുള്ള അറിവ് അകത്തുനിന്ന് അകത്തേക്കേ കിട്ടുള്ളൂ, ഹൃദയത്തുനിന്ന് ഹൃദയത്തിലേക്കേ കിട്ടുള്ളൂ. ഭട്ടതിരിയുടെ 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം തുടങ്ങണതിൻ്റെ ലക്ഷണമാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊന്നിന് അതിൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവമുണ്ടോ ആ സ്വഭാവത്തോട് കൂടിയത് എന്നർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമാണ്, അതേമാതിരി അറിവാണ്. അല്ലാണ്ട് ആനന്ദത്തിനെ ഉള്ളിൽ വെച്ചിട്ടുള്ള അറിവിനെ കയ്യിൽ വെച്ചിരിക്കണം ഒന്നല്ല. അത് തന്നെയാണ് ആനന്ദം, അത് തന്നെയാണ് അറിവ്. നമുക്കൊക്കെ ആനന്ദം നമ്മൾ വെക്കുകയാണ്, അറിവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. ബ്രഹ്മം അതല്ല, ആനന്ദവും അറിവും അതേത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ഗണേശാദർവശീർഷം ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച് കാണും, സച്ചിദാനന്ദാദ്വിതീയോസി എന്നൊരു വാക്കുണ്ട്. ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി അല്ലേ, സച്ചിദാനന്ദാദ്വിതീയോസി എന്നാണ് പറയണത്. ആനന്ദം തന്നെ നീയാണ്, സത്തും ചിത്തും ആനന്ദവും അതൊന്നും തമ്മിൽ വ്യത്യാസവും ഇല്ല. ഇതെല്ലാം ഒന്നായിട്ടിരിക്കുന്നത് നിന്നിലാണ്, നീ തന്നെയാണെന്നാണ് പറഞ്ഞത്. അതിനെയാണ് ആനന്ദബോധം എന്ന് നമ്മൾ പറയണം. അതേമാതിരി അനുപമിതം, അളക്കാൻ പറ്റാത്തത്, താരതമ്യം ചെയ്യാൻ സാധിക്കാത്തത്. താരതമ്യം ചെയ്യണമെങ്കിൽ എപ്പോഴും 2 വസ്തുക്കൾ വേണം. 2 വസ്തു ഉണ്ടെങ്കിൽ ഒന്നിനെക്കാട്ടിലും വലുത്, ചെറുത്, വെളുത്തിട്ട് കറുത്തിട്ട് എന്നൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ദ്വൈതം വേണം. ബ്രഹ്മം അളക്കണ മനസ്സിനെ തന്നെ ഇല്ലാണ്ടാക്കും. അതാണ് ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത. മനസ്സ് ഒരു ഡിഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റാണ്. മനസ്സുപയോഗിച്ചുകൊണ്ട് ഭഗവാനെ അളക്കാൻ ശ്രമിക്കരുത്. പൂർണ്ണമായൊരു വസ്തുവിനെ അപൂർണമായ ഒരു ഉപകരണം കൊണ്ട് നമ്മൾ എങ്ങനെ അളക്കും? ഒരു തെറ്റായ സ്കെയിൽ വെച്ചിട്ട് അളവ് വെച്ചിട്ട് വീടിൻ്റെ സർവേ നടത്തിയാൽ അവസ്ഥ എന്താ? അല്ലെങ്കിൽ വസ്ത്രത്തിന് ടൈലർ തെറ്റായിട്ടുള്ള ഒരു വസ്ത്രം മുറിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതേ അവസ്ഥയാണ് നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ നോക്കുക എന്ന് പറയണം മഹാവിഡ്ഢിത്തരത്തിന്. നിർമ്മലാനന്ദ സ്വാമി പറയും, ഏറ്റവും വലിയ വൈചിത്ര്യം എന്താ വെച്ചാൽ മനസ്സുകൊണ്ട് എത്ര മനസ്സിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സഹായം വേണം അതിനെ ഇല്ലാണ്ടാക്കാൻ. ദദീജി മഹർഷിയുടെ അടുത്ത് എന്നിട്ട് ദദീജിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് സ്തുതിച്ചിട്ട് പറയണത്, അങ്ങയുടെ ശരീരം തരൂ ഞങ്ങൾക്ക് വജ്രായുധം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞത് ഈ മനസ്സിനെ ഇല്ലാണ്ടാക്കണ പരിപാടിയാണ്. കാരണം വൃത്രൻ വാസനാരൂപിയാണ്. വൃത്രൻ വാസനാരൂപിയാണ് വൃത്രാസുരൻ. വാസന ഇന്ദ്രനാകണ മനസ്സിനെ ആക്രമിക്കും, അതിനെ വിഴുങ്ങും. അപ്പോൾ യോഗവിദ്യ കൊണ്ട് പൊളിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ, ആളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ വജ്രായുധം. അപ്പോൾ ഇവിടെ ബ്രഹ്മത്തിനെ അളക്കണം മനസ്സ് അവസാനം ഇല്ലാതായി പോകുന്ന പറയണം. കാലം ദേശം അവധികൾ അതിനൊക്കെ നിർമുക്തമായിട്ടുള്ള ബ്രഹ്മം സമയത്തിനും സ്ഥലത്തിനും അതീതമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരുവായൂരിൽ കാണപ്പെടുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരിടത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു പ്രാദേശിക ദേവതയല്ല. ഇത് വളരെ പ്രധാനമാണ്. മറിച്ച് കാലം ഉദിക്കുന്നതും സമയമുണ്ടാവുന്നതും സമയം നിലനിൽക്കുന്നതും സമയം അസ്തമിക്കുന്നതും എന്തൊന്നിലാണോ അത് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഭട്ടതിരി. ഭട്ടതിരിയുടെ ഗുരുഭവനപുരേ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്.
ഗുരുവായൂരിൻ്റെ പേര് ഗുരുവായൂരെന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലശേഷമാണ്. അതിനു മുമ്പ് ഗുരുവായൂരിൻ്റെ പേര് രേഖകളിൽ ഗുരുവായൂർ എന്നല്ല, ഗുരുഭവനപുരം എന്ന് ആദ്യം വിളിച്ചത് ഭട്ടതിരിയാണ്. ഇത്ര പ്രാവശ്യം മാരുതാകാരനാഥ, മാരുതേശ്വര, ഗുരുവായൂരനാഥ എന്നൊക്കെ വിളിച്ചതിൻ്റെ കണക്കന്നെ എടുത്തിട്ടുണ്ട് പണ്ഡിതന്മാർ. ഭട്ടതിരിയാണ് ആ പേര് ആദ്യം വിളിക്കുന്നത് ഭഗവാനെ. പ്രാണേശ്വരൻ എന്ന പേരോട് കൂടിയിട്ട് ഗുജറാത്ത് പോലുള്ള പ്രദേശങ്ങളിൽ, മഹാരാഷ്ട്രയിലൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു ആരാധനാരൂപമുണ്ട്, അതിന് മന്ത്രമുണ്ട്. അത് ബാലാമന്ത്രത്തോടു കൂടി ചേർന്നിട്ടുള്ളതാണ്. ആ പ്രാണേശ്വര ഭാവം നിറഞ്ഞു നിൽക്കുന്ന ദേവനാണ് ഗുരുവായൂരിക്കണ ഭഗവാൻ. ഭട്ടതിരി ഗുരുഭവനപുരം എന്ന് പറയുന്നത് ഗുരുവായ വായു, പ്രാണൻ, അതോടുന്ന പുരം നമ്മുടെ ശരീരം, അതിലിരിക്കുന്ന ബ്രഹ്മതത്വം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം മഹാപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലത്തിനാണ് എന്ന് തോന്നിപ്പിക്കണ ഭ്രമത ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മാത്രം. വാസ്തവത്തിൽ അദ്ദേഹം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് നമ്മൾ അറിയണില്ലല്ലോ എന്ന് വിലപിക്കുകയും ചെയ്തു, ഈ ഭാഗ്യം ഉണ്ടായിട്ട്. അതാണ് ഞാനവിടെ നേരത്തെ ഹന്ത എന്ന് പറയാൻ കാരണം. ഹന്ത ഭാഗ്യം ജനാന എന്ന് പറയണത് ഒരു പാരഡോക്സാണ്, ഒരു കോൺട്രഡിക്ഷനാണ്. അഹോ ഭാഗ്യം ജനാന എന്നാ പറയേണ്ടിയിരുന്ന്, അത് പറഞ്ഞില്ല. ഇത് ഉണ്ടായിട്ടും അറിയണില്ലല്ലോ ഈ ഭാഗ്യം എന്നൊരർത്ഥം നമ്മളവിടെ ഭട്ടതിരി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ അകത്തും തന്നെയാണ് ഗുരുവായൂരപ്പൻ ഇരിക്കണത്. നമ്മൾ 1 കോടി പേരുണ്ടെങ്കിൽ 1 കോടി ഗുരുവായൂരപ്പനുണ്ട്. ആ 1 കോടി ഗുരുവായൂരപ്പനെയും നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന ബിംബമാണ് ഗുരുവായൂരുള്ള അപൗരുഷയ വിഗ്രഹം. ഈ വിധത്തിൽ വേണം ഭഗവാനെ മനസ്സിലാക്കാനാണ് പറയുന്നത്. ആ ഭഗവാന്റെ സ്വരൂപം എന്താ? സാന്ദ്രാനന്ദമായിട്ടുള്ള ബോധമാണ്. അത് നിർമുക്തമാണ്, നിത്യമുക്തമാണ്. കാലം, സ്പേസ്, ടൈം തുടങ്ങിയിട്ടുള്ള അവധികളൊന്നും അതിനില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭൂമിശാസ്ത്രപരമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ പണ്ടത്തെ പൊന്നാനി താലൂക്കിൽ ഇന്ന അംശത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ക്ഷേത്രം മാത്രമാണത് എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ബ്രേക്ക് ചെയ്ത് തരണു. എത്രയോ കാലമായിട്ട് അത് ഗുരുവായൂരിൻ്റെ സ്ഥലമാഹാത്മ്യം പറയാൻ മാത്രമായിട്ട് ചുരുക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു ശ്ലോകമാണത്. പലപ്പോഴും ഇത് ഗുരുവായൂരിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരുന്നു അല്ലാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭട്ടതിരി നമ്മളെപ്പോഴും പറയും, ശാസ്ത്രം വായിക്കുമ്പോൾ പിണ്ഡാണ്ഡത്തിൻ്റെ കണക്കിൽ മാത്രം കാണരുത്. പിണ്ഡാണ്ഡത്തിൽ കാണുന്ന അർത്ഥത്തെ ബ്രഹ്മാണ്ഡത്തിലേക്ക് യോജിപ്പിക്കണം. പിണ്ഡാണ്ഡവും ബ്രഹ്മാണ്ഡവും തമ്മിൽ യോജിപ്പിക്കുമ്പോഴേ ശാസ്ത്രം മനസ്സിലാവുള്ളൂ. ഇവിടെ വാട്ട് ഈസ് ദെയർ ഇൻ മൈക്രോകോസം ഈസ് ദെയർ ഇൻ മാക്രോകോസം. മൈക്രോകോസത്തിൽ കാണുന്ന മീനിങ്ങിനെ നമ്മൾ മാക്രോകോസത്തിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ബ്രഹ്മാണ്ഡം നമ്മുടെ ശരീരം, അവിടെ ബ്രഹ്മാണ്ഡം, പിണ്ഡാണ്ഡം എന്ന് ഇതിനെ പറയും. ആ വിശാലമായിട്ടുള്ള ബ്രഹ്മാണ്ഡത്തിലേക്ക് യോജിപ്പിക്കുകയാണ് നമ്മൾ. ഇത് മനസ്സിലാക്കാനാണ് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. അവസാനമല്ല കാണിച്ചു കൊടുത്ത്, ഇടയിലാ കാണിച്ചു കൊടുത്ത്. ആദ്യം കുറച്ച് നേരം ഉപദേശം, അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ വേണമെങ്കിൽ അവസാനം ഗ്രാൻഡ് ക്ലൈമാക്സ് എന്ന നിലയ്ക്ക് ലാസ്റ്റ് കാണിച്ചാൽ മതിയായിരുന്നു വിശ്വരൂപം. അതല്ല ചെയ്തത്, ഇടയിലാ കാണിച്ചു കൊടുത്തു. താൻ എന്താണ് എന്നുള്ള ബോധത്തെ, അവബോധത്തെ ഉണ്ടാക്കി കൊടുത്തിട്ട് വീണ്ടും അത് ഉറപ്പിച്ചു കൊടുക്കുക ചെയ്തു. ഭട്ടതിരിക്ക് ഏതോ ഒരു ജന്മത്തിൽ ഓർമ്മയുള്ളത് കൊണ്ട് പ്രാണനെ ഭരിക്കുന്ന ദേവൻ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് ഭഗവാനെ വായുമുദ്ര പിടിച്ചുകൊണ്ട് തൊഴണത് വളരെ വിശേഷമാണെന്ന് പറയും. വായുമുദ്ര കയ്യിൽ ധരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴണത് അതിവിശേഷമാണെന്ന് പറയും. അപ്പോൾ നിത്യമുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും മോചനം കിട്ടിയത് എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് ഒരിക്കലും ബന്ധനത്തിലാക്കാൻ സാധിക്കാത്തത്. ഏതൊരാളെയാണോ കുറച്ച് കയറുകൊണ്ട് ആ വളർത്തമ്മ പിടിച്ചിട്ട് ഒരലിൽ കെട്ടാൻ നോക്കിയത്, ആ ആളെ കെട്ടിയിടാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളാണ് നിർമുക്തൻ എന്ന് പറയണത്. ഇത് ഒരിക്കലും ഭഗവാനെ കെട്ടിയിടാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സമസ്ത പ്രപഞ്ചവും ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ തകർന്നു വീഴുവോടെ. നമ്മുടെ വിചാരം എന്താ? നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. നമ്മുടെ അച്ഛനമ്മമാർ ജനിച്ചു, ജീവിച്ചു, നമുക്ക് ജന്മം തന്നു, അവർ കുറേ കാലം ജീവിച്ചു, അവർ മരിച്ചുപോയി. നമ്മുടെ മക്കൾ ജനിച്ചിട്ടുണ്ട്, അവർ വളരും, കുറേ കാലം കഴിഞ്ഞ് അവരും മരിച്ചു പോവും, അവർക്ക് മക്കളുണ്ടാവും. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരു ബിഗിനിങ്, ഒരു സസ്റ്റനൻസ്, ഒരു എൻഡ്, ഈ ഒരു ചക്രത്തിലാണ് നമ്മുടെ മനസ്സിൻ്റെ ഘടന മുഴുവൻ. സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിൽ, ആ പണ്ടൊക്കെ നല്ല ആരോഗ്യമായിരുന്നു, ഇപ്പൊന്നും ഇല്ല എന്ന് പറയും. ഒക്കെ നമുക്ക് ഉണ്ടായി നിലനിന്ന് ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞൊരു ചക്രത്തിലാണ് നമ്മൾ. ഈ നിത്യമുക്തം എന്നുള്ള വാക്കിൻ്റെ ധ്യാനം കൊണ്ട് മാത്രം തന്നെ ഈ ചിന്തയുടെ വേരറുത്തു പോകും എന്ന് ശാസ്ത്രം പറയും.
നിഗമം എന്ന് പറഞ്ഞാൽ വേദം. ശതസഹസ്രേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിനും ആയിരക്കണക്കിനും. നിർഭാസ്യമാനം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്. ചിലർ പറയും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയെന്നും അതിന് അർത്ഥം കൊടുക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും ഇതൊക്കെ ഗുരുവായൂരപ്പനിൽ ഭംഗിയായിട്ട് പൂമാലകൾ പോയിട്ട് ചേരുന്നത് പോലെ ചേരുന്ന അർത്ഥങ്ങളാണ്. ഏതർത്ഥം പറഞ്ഞാലും ഭഗവാന് അത് അലങ്കാരമാണ്. അങ്ങനെയാണല്ലോ ഈശ്വരൻ്റെ കാര്യം. വേദങ്ങളൊന്നും ബ്രഹ്മത്തെ സൃഷ്ടിക്കുക സങ്കല്പിച്ചുണ്ടാക്കുക ചെയ്യുന്നതല്ല. മനസ്സ് അത് മറന്നു പോകണോണ്ട് വേദങ്ങൾ നമ്മളെ അത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാണ്ട് വേദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കൺസെപ്റ്റ് ഒന്നുമല്ല ബ്രഹ്മം എന്ന് പറയുന്നത്. അത് എന്നും എക്കാലത്തും അവിടെ ഉണ്ട്. അതാണ് പറഞ്ഞത് നിർമുക്തമായിരുന്നു നിത്യമുക്തമായിരുന്നു എന്ന്. വേദം പറഞ്ഞതുകൊണ്ടാണ് ഈശ്വരനെ അറിയണത് എന്നില്ല. വേദത്തിൻ്റെ ജോലി ഓർമ്മിപ്പിക്കുകയാണ്, പ്രമാണസഹിതം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മാറുമ്പോൾ തൊട്ട് വിളിച്ചിട്ട് ഇതാ അവിടേക്ക് നോക്ക്, അവിടേക്ക് നോക്കുക, തത്താവത് ഭാതി, ഇതാ അവിടെ ഇരിക്കണു, അവിടെ ഇരിക്കണു, അവിടെ ഇരിക്കണു എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടുത്ത വിരോധാഭാസം എന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസമല്ല, പാരഡോക്സിൻ്റെ ഹൈറ്റാണത്. ഭട്ടതിരി പറയാ ബ്രഹ്മതത്വമാണ് എന്ന് പറഞ്ഞു, പ്രകാശം നിറഞ്ഞു നിൽക്കണയാണെന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറയുക അസ്പഷ്ടമാണെന്ന്. പ്രകാശമായിട്ടുള്ളൊരു വസ്തു അസ്പഷ്ടമായിട്ടിരിക്കുക. ഗുരുവായൂരപ്പനെ നേരിട്ട് നമ്മൾ തൊഴുമ്പോഴും ഇത് സംഭവിക്കും. നമ്മൾ നല്ല ഭക്തിയോട് കൂടിയിട്ട് ആ സോപാനത്തിൻ്റെ അവിടെ ചെന്നിട്ട് ആ പാദം തൊട്ട് ശിരസ് വരെയും ശിരസ് തൊട്ട് പാദം വരെയും ഒന്ന് നോക്കാൻ ശ്രമിച്ചു നോക്കൂ. കുറച്ചെത്തുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞും അസ്പഷ്ടമായി പോകും, കാണാൻ പറ്റില്ല. മുകളിൽ നിന്ന് തുടങ്ങി മുഖത്തേക്ക് വരുമ്പോഴേക്കും അസ്പഷ്ടമാവും. എങ്ങനെ നോക്കിയാലും പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ തൊഴാൻ സാധിക്കില്ല. ഇത് സാധാരണ ആൾക്കാർക്ക് പോലും അനുഭവമാണ്. അപ്പോൾ പിന്നെ ഇത് ഉയർന്ന തലത്തിൽ അനുഭവിക്കണവൻ്റെ അവസ്ഥ എന്താ? ഇതിനെ ഇന്നത് എന്ന് പറഞ്ഞിട്ട് നിർവചിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അസ്പഷ്ടം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള വസ്തുവാണ്. ബ്രഹ്മം ഒരു വസ്തുവിനെ പോലെ പിടികിട്ടണ ഒന്നല്ല. അങ്ങനെ വിചാരിക്കണ മാതിരി എളുപ്പത്തിൽ കയ്യിൽ വരില്ല. പക്ഷെ ഉടനെ തന്നെ ഭട്ടതിരി അടുത്ത വരി വീണ്ടും ആ കോൺട്രഡിക്ഷൻ കൂട്ടാൻ വേണ്ടി ചേർക്കണു. ദൃഷ്ടമാത്രേ പുന എന്ന് പറയണു. അത് കണ്ടു കഴിഞ്ഞാൽ ആ ഉടൻ തന്നെ ആ നിമിഷം തന്നെ അസ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയും നീ പറഞ്ഞ മുഴുവൻ മനസ്സിലാവണില്ല, ഒന്ന് തെളിച്ച് പറയൂ പറയും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് മുഴുവൻ മനസ്സിലാവില്ല, പക്ഷെ എന്തോ സംഭവിക്കും. അകത്ത് ഒരു മാറ്റം വരും. അകത്ത് ഒരു മാറ്റം സംഭവിക്കും. മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അല്പമല്ല, മാറുമ്പോൾ മുഴുവനായേ മാറുള്ളൂ. കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഈതർ യെസ് ഓർ നോ ആണ്. കുറച്ചെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. മാറുകയാണെങ്കിൽ മുഴുവൻ മാറും, ഇല്ലെങ്കിൽ മാറില്ല. അതുകൊണ്ട് ഭട്ടതിരി പറയുക ഒരു ചെറിയ തിരിച്ചറിവ് പോലും മതി രക്ഷപ്പെടാൻ. ആ ചെറിയ തിരിച്ചറിവ് എന്തു ചെയ്യും? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള 4 പുരുഷാർത്ഥങ്ങൾക്കും മീനിങ് ഉണ്ടാവും അതോട് കൂടിയിട്ട്. ഇതിനു വേണ്ടി നമ്മൾ അല്ലെങ്കിലും പണിയെടുക്കുന്നുണ്ട്, പക്ഷെ മീനിങ് ഇല്ല. ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, മക്കളെ വളർത്തുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ മീനിങ് ഇല്ല. നമ്മൾ എന്നെ വൈകുന്നേരം വന്നിരുന്ന് പറയും എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താ? ഒരു മീനിങ് ഇല്ല എന്ന് പറയും. ഒരു പുരുഷ അർത്ഥ ആത്മകം. ഈ ഒരു ചെറിയ തിരിച്ചറിവ്, ഈ അസ്പഷ്ടമായിട്ടുള്ള വസ്തുവാണെങ്കിൽ ഒന്ന് കാണുന്ന മാത്രയിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവണു, ഒരു മീനിങ് ഉണ്ടാക്കി തരും ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്, ഒരു ജീനിയസിൻ്റെ മാസ്റ്റർ സ്ട്രോക്കാണ്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിനെ നിഷേധിക്കുന്നില്ല എന്ന് നമ്മളെന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേദാന്തം പറയാന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിനെ, ഗൃഹസ്ഥൻ്റെ ധർമ്മത്തിനെ നിഷേധിച്ച് ജീവിക്കുക എന്നുള്ള മാതിരിയാണ് ആക്കി വെച്ചത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, അല്ലേ? ഭട്ടതിരി പറഞ്ഞു അങ്ങനെ അല്ല. ബ്രഹ്മം മനുഷ്യ ജീവിതത്തിനെ നിഷേധിക്കുകയല്ല, മറിച്ചിട്ട് അതിനെ പൂർണ്ണമായിട്ടും മീനിങ് ഫുള്ളി നിറവേറ്റുകയാണ്. ഇതിൽ കവിഞ്ഞിട്ടൊരു ഗൃഹസ്ഥന് എന്ത് ഉപദേശമാണ് കിട്ടാനുള്ളതെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ നിരുക്തം, അതായത് സാമാന്യാർത്ഥം ഒന്നിങ്ങനെ ചുഴിഞ്ഞ് ആലോചിച്ച് പോയി, അത്രേ ചെയ്തിട്ടുള്ളൂ. അതിൽ മറക്കാൻ പാടില്ലാത്ത ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. ഈ ഗുരുഭവനപുരം എന്നുള്ള ശബ്ദമാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ ഗുരുഭവനപുരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പൊന്നാനി താലൂക്കിൽ, പഴയ പൊന്നാനി താലൂക്കിൽ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു സ്ഥലം എന്ന അർത്ഥത്തിലല്ല ഭട്ടതിരി ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരുവായ വായു ഏത് പുരത്തിലാണോ സഞ്ചരിക്കുന്നത്, ഗുരുവായ വായു വെച്ചാൽ ഗുരുത്വം കൂടിയ വായു, പ്രാണൻ. ആ പ്രാണൻ സഞ്ചരിക്കുന്ന പുരം മനുഷ്യ ശരീരം, ജീവൻ, സകല ജീവികളുടെ ശരീരം. അതിൽ ആ പ്രാണൻ്റെ അധീശ്വരൻ ആരാണോ ആ ഭഗവാൻ. അപ്പം അതിനെന്താ പ്രമാണം എന്ന് ചോദിക്കും. ശരത്തെന്താ ചുമ്മാ ഉണ്ടാക്കി പറയാ? അല്ല, തന്ത്രം എടുത്തു കഴിഞ്ഞാൽ പ്രാണേശ്വരൻ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ
ഒരു ദേവതാഭാവമാണ്. അതിന് മന്ത്രമുണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അന്വേഷിക്കേണ്ടവർക്ക് കണ്ടുപിടിക്കാം. ബാലാമന്ത്രത്തോട് കൂടിയിട്ടുള്ള ഒരു കൃഷ്ണം വിലോക്യ എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ധ്യാനത്തോട് കൂടിയിട്ടാണ് അത് വരുന്നത്. ഗോപികമാരോട് കൂടിയിരിക്കുന്ന ഭഗവാനെ ആണ് അതിൽ സങ്കല്പിക്കുന്നത്. വളരെ വിശേഷമായിട്ടുള്ള ഒരു മന്ത്രഭാവമാണ് ഈ പ്രാണേശ്വരൻ. പ്രാണേശ്വരൻ വിഗ്രഹത്തിലേക്ക് മാറ്റുക ചെയ്യുക. പുരുഷോത്തമൻ എന്നാ പറയുക ജഗന്നാഥനെ. അപ്പോൾ പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് മനസ്സിലാക്കുക. ആ ശരീരബോധത്തെ കത്തിക്കുന്നവൻ പുരഹരൻ, ശിവൻ. പുരത്തെ കത്തിച്ചവൻ നമ്മൾ ത്രിപുരം എന്ന് പറയും, പക്ഷെ ശരീരബോധത്തിനെ കത്തിച്ചവൻ പുരഹരൻ. ജീവിച്ചിരിക്കുമ്പോൾ ആ പുരത്തിലിരിക്കണ ഒരു മുരട്ടുത്തനുണ്ട്, ഒരു അഹങ്കാരം, അത് നശിപ്പിക്കണവൻ മുരഹരൻ, നാരായണൻ. അപ്പോൾ മുരഹര പുരഹര രണ്ടും ഒരാളെ തന്നെയാണ് വിളിക്കുന്നത്. ഒരൊറ്റ വിദ്യയാണ്. ആ വിദ്യ പഠിച്ചാൽ രക്ഷപ്പെട്ടു. ഗാർഹസ്ഥ്യത്തിനെ നിഷേധിച്ചിട്ടല്ല ഭട്ടതിരി ആ ശ്ലോകം എഴുതിയിരിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള 4 പുരുഷാർത്ഥങ്ങളുടെയും സാരമായിട്ട് മാറിയിട്ടാണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ നമുക്ക് സന്യാസം തരാനിരിക്കുന്ന ആളല്ല. അതാ ഞാൻ നേരത്തെ അത് മാസ്റ്റർ സ്ട്രോക്കാണെന്ന് പ്രത്യേകമായിട്ട് പറയാൻ കാരണം സാധാരണ വേദാന്തം പറഞ്ഞ് ബ്രഹ്മതത്വം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഗൃഹസ്ഥർക്ക് പറഞ്ഞിട്ടുള്ള ഒന്നല്ല എന്ന് ആക്കി വയ്ക്കും അവസാനം പോയിട്ട്. എന്നാൽ നേരെ തിരിച്ചാണിത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ധർമ്മം അനുഷ്ഠിക്കുക, അർത്ഥം സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക, കാമപൂർത്തീകരണം നടത്തുക, ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുക, ആത്യന്തികമായിട്ട് പരമപുരുഷാർത്ഥമായിട്ടുള്ള മുക്തി. അത് ശരീരം വിട്ടിട്ടുമല്ല, ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കെട്ടേണ്ടതാണ്. നമ്മുടെ വിചാരം മരിക്കുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക അല്ല, അതിവിടെ ഇപ്പോൾ ഈ നിമിഷം ക്ലിയർ ആൻഡ് പ്രസൻറ്റ് നൗ. ശുഗമഹർഷി പറഞ്ഞ മാതിരി വിഹംഗഗതിയായിട്ട് ഒരു കിളി ഇങ്ങനെ തത്തി നടക്കുമ്പോൾ പെട്ടെന്ന് പടപടപടയെ പറഞ്ഞിട്ട് പറന്നങ്ങോട്ട് പോകും. അതുപോലെ പോകണം. അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഉടുമുണ്ട് അഴിഞ്ഞു പോണത് പോലും അറിയാണ്ടൊരു മദ്യപൻ പോണത് പോലെ ശരീരം പോകണം. അതുകൊണ്ടാണല്ലോ ഉർവാരുഗോബന്ധലാൽ മൃത്യോർമുക്ഷിയം അമൃതാത്ത് എഴുതി വെച്ചിരിക്കണം. ആ കാട്ടുവെള്ളരി എങ്ങനെയാണോ ആ വെള്ളരി വിട്ടു പോണത് അതുപോലെ പോകണം എന്നാണ് പറയണത്. ഇത് മരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തൃപ്രങ്ങോട് കാലസംഹാരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കണ്ഡേയൻ മരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അന്വേഷിക്കണ്ട. മാർക്കണ്ഡേയൻ മരണത്തിനെ അതിജീവിച്ചോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. വ്യത്യാസമുണ്ട്. ജീവിച്ചിട്ട് മരിച്ച മാതിരി ഇരിക്കണവരാണ് നമ്മളിൽ 99% പേരും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കണ്ടോ എന്ന് ചോദിച്ചാൽ, ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു സംശയം വരും. യഥാർത്ഥ ജീവനം, അമൃത ജീവനം എന്ന് പറയും. അത് ഈ ദേഹബോധമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഉള്ള സൗഭാഗ്യം ഒന്നും ഉപേക്ഷിക്കണമെന്നോ ലൗകികം കളയണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരുന്ന് ഇപ്പോൾ തന്നെ നമുക്കത് സാധിക്കും. നിങ്ങൾ ജീൻസും ടീഷർട്ടും ഇട്ട് നടന്നാലും, മേഴ്സറീസ് ബെൻസ് ഡ്രൈവ് ചെയ്താലും, എത്ര വലിയ ഹോട്ടലുകളിൽ പോയി താമസിച്ചാലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മനസ്സ് എന്നിലിരിക്കുന്നുണ്ടെങ്കിൽ അവൻ യോഗി, അല്ലാത്തതൊക്കെ രോഗിയും ഭോഗിയാണ്. ആ ബോധം ഭംഗിയായിട്ട് ഉണ്ടാക്കി തരിക ചെയ്തിരിക്കുന്നത് ഭട്ടതിരിപ്പാട്. ഇത്രയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ശ്ലോകം പറയുമ്പോൾ എപ്പോഴും ആചാര്യന്മാർ പറഞ്ഞതിൽ നമ്മളതിൽ ഗുണം, കർമ്മം, തത്വം ഇത് 3 വിശകലനം ചെയ്യണമെന്നാണ്. കുറച്ച് കട്ടിയാണ്, സാരമില്ല, ദഹിച്ചോളും. കുറച്ച് കട്ടിയാണ്, രസമാണ് ആലോചിച്ച് വരുമ്പോൾ. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ മഹിമ എന്താണ്. ഇത് ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ സാന്ദ്രാനന്ദ ബോധാത്മകം വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് അറിയുന്നില്ല. ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോൾ ഊണ് കഴിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്നാലും നമുക്കൊരു കാര്യം ഓർമ്മയുണ്ടാവും, എൻ്റെ കയ്യിലിരിക്കുന്നത് ചില്ലറയായിട്ടുള്ളൊരു സാധനമല്ല. എൻ്റെ കയ്യിലിരിക്കുന്നതും ഞാൻ നിത്യം വായിക്കുന്നതും ഒരു സാധാരണ വസ്തുവല്ല. ഇത് മുഴുവൻ കാണാതെ അറിയണമെന്നോ പഠിക്കണമെന്നോ അല്ല. പക്ഷെ നമ്മൾ ആ വിശകലനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഗ്രേറ്റ്നെസ്, ഡെപ്ത് ഇത് നമുക്ക് കിട്ടുക. ഏതൊരു കാര്യത്തിൻ്റെയും ഗുണമെന്ത് എന്നറിയണം. ഇപ്പം ലക്ഷ്മീനാരായണ പെരുമാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പെരുമാൾ ഇരിക്കുന്നത് ലക്ഷ്മീനാരായണനെ വേണമെങ്കിൽ നിന്നിട്ട് നാരായണൻ ചതുർബാഹുവായിട്ട് നിൽക്കണു, തൊട്ടപ്പുറത്ത് മഹാലക്ഷ്മി നിൽക്കണു, അങ്ങനെ പ്രതിഷ്ഠിക്കായിരുന്നില്ലേ? പ്രതിഷ്ഠിച്ചില്ലല്ലോ. ഒരേ സിംഹാസനത്തിൽ 2 പേരും ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് പ്രതിഷ്ഠിക്കായിരുന്നില്ലേ? പ്രതിഷ്ഠിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ഇടത്തെ തൊടയിലിരുത്തി അരക്കെട്ട് കൂടെ ചുറ്റിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കണോ അങ്ങോട്ട് നോക്കണോ പ്രണയത്തോടു കൂടി ഇരിക്കണ ഭാവത്തിൽ പ്രതിഷ്ഠിച്ചു? അപ്പം ഏതോ ഒരു കാരണവർക്ക് ആ ദർശനം ഉണ്ടായിട്ടുണ്ട്. ആ ദേവത അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആ ഗുണത്തോടു കൂടി വന്നിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പ്രതിഷ്ഠ. അപ്പോൾ ആ ദേവന് എന്താണ് ഗുണം എന്ന് ചിന്തിക്കണം പ്രാർത്ഥിക്കാൻ പോണതിന് മുമ്പ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ തന്നെ മിക്സിയുടെ പിന്നെ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് കൊണ്ടുപോയിട്ട് നമ്മൾ സാധാരണ പ്ലഗ് കുത്തുമോ? കുത്തില്ലല്ലോ. പ്ലഗ് നോക്കിയിട്ടാണ് നമ്മൾ കുത്തുക. എന്ന് പറഞ്ഞ മാതിരി ഓരോ ക്ഷേത്രം ഓരോ പ്ലഗ്ഗാണ്. ചിലത് പവർ പ്ലഗ്ഗാണ്, ചിലത് സാധാരണ പ്ലഗ്ഗാണ്, ചിലത് 2 പിന്നേ ഉണ്ടാവുള്ളൂ.
അതൊക്കെ വെച്ച ആൾക്കാരുടെ സങ്കല്പം അനുസരിച്ചിരിക്കും. ഇതൊക്കെ പവർ പ്ലഗാണ്. കൽപ്പാത്തിയിൽ പവർ പ്ലഗ് അല്ലാതെ അമ്പലമില്ല, എല്ലാം പവർ പ്ലഗാണ്. അപ്പോൾ അത്രയും ഉപാസന ചെയ്യുന്നൊരു വ്യക്തിയുടെ ആദ്യം ആർക്കാണോ ദർശിക്കപ്പെട്ടത് ആ വ്യക്തിയുടെ ഗുണം ഉണ്ടാവുമായിരുന്നു. കൃതികളിലും അങ്ങനെയാണ്, ഗുണം ഉണ്ടാവും. എഴുതിയ ആളുടെ ഒരു ഗുണം അവിടെ ഉണ്ടാവും. ഭട്ടതിരിയുടെ ഗുണമല്ല നമ്മൾ പക്ഷേ ഇവിടെ അന്വേഷിക്കുന്നത്. ഈ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയപ്പെടുന്ന വിഷയം ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് ഗുണത്തിൻ്റെ കണ്ണിൽ കൂടെ നമ്മൾ നോക്കും. ആദ്യം ഒരു ഫിൽട്ടറാണ് ഈ മൂന്നെണ്ണം. ഗുണം വഴി നോക്കുക, കർമ്മം വഴി നോക്കുക, തത്വം വഴി നോക്കുക. അപ്പോഴാണ് നമുക്ക് പിടികിട്ടുക. അപ്പോൾ ആദ്യം മനസ്സിലാവും ബ്രഹ്മം സത്വമല്ല, രജസ്സുമല്ല, തമസ്സുമല്ല, ഈ മൂന്നെണ്ണത്തിൻ്റെ അപ്പുറത്താണ്. സത്വം എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക. രജസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായിട്ടിരിക്കുക. തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും വയ്യ, ഇനർഷ്യ. ഒന്നിന് വെളുത്ത നിറം, ഒന്നിന് ചുവന്ന നിറം, ഒന്നിന് കറുത്ത നിറം എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ കാവുകളിലൊക്കെ ഭദ്രകാളിക്ക് ഉത്സവം കയറുമ്പോൾ കൊടി കെട്ടില്ലേ, നീണ്ട കൊടി, വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, 3 ഗുണം ഉണ്ടാവും. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് കളം വരയ്ക്കുമ്പോഴും പഴയ കവളത്തിലും ഒക്കെ അത് തന്നെയാണ് ഈ കരിപ്പൊടി, ചുവന്ന പൊടി, വെള്ള അരിപ്പൊടി ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അത് കളമ്പാട്ടിലും അങ്ങനെ പറയാം. 3 വർണ്ണം കൊണ്ട് 5 വർണ്ണം ഉണ്ടാക്കിയിട്ട് നിന്നെ ആരാധിക്കുന്നതാണ് മഹാദേവൻ പറഞ്ഞു വിടുന്നത് കൈലാസത്ത് നിന്ന് വരുമ്പോൾ കാളിരെടുത്ത്. അതാണ് കളത്തിൽ നമ്മൾ വരയ്ക്കണത്. അപ്പോൾ ഈ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങൾ തന്നെയാണ് മഹാദേവൻ്റെ തൃശൂലത്തിലെ 3 മൊനകൾ. ഈ 3 ഗുണങ്ങൾ തന്നെ ത്രിപുരങ്ങൾ. അതിനെ കത്തിക്കുകയാണ് ചെയ്ത്. ഈ 3 ഗുണവും കത്തിക്കണം. നമ്മൾ പറയും സത്വഗുണം വളർത്തണം, രജോ ഗുണം തമോ ഗുണം കുറയ്ക്കണമെന്ന്. സത്വഗുണത്തിനെയും അതിക്രമിക്കണം. അതായത് ഭഗവാന്റെ രൂപമാണ് ഫൈനൽ സത്വഗുണം. അതിനെയും അതിക്രമിച്ചാലേ മോക്ഷമുള്ളൂ. രൂപത്തിൽ കുടുങ്ങിയോ എന്നിട്ട് ഭക്തിയാണ്, ഭക്തി ഞങ്ങൾക്ക് ഭഗവാന്റെ രൂപമില്ലാണ്ട പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും കുടുങ്ങി തന്നെ കിടക്കണം. ആ കുടുങ്ങൽ മാറ്റാനാണ് ഉദ്ധവനെ ഭഗവാൻ തള്ളി ബദരിക്ക് പറഞ്ഞയച്ചത്. കാരണം ഉദ്ധവൻ അവസാനം കുടുങ്ങി കിടന്നത് ഭഗവാന്റെ രൂപത്തിലാണ്. ഭഗവാനെ പിരിയാൻ വയ്യ. ഭഗവാൻ അറിയാം ദേവകി പ്രസവിച്ച ഈ ശരീരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാണ്ടാവും. അത് ഇയാളതിൽ കുടുങ്ങിക്കിടന്ന ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരാൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടും എൻ്റെ രൂപത്തിൽ കുടുങ്ങിക്കിടന്ന പുലിവാലാണ്. അതുകൊണ്ട് ഉദ്ധവന് ഇഷ്ടമല്ലെങ്കിൽ പോലും ഉദ്ധവനെ നിർബന്ധിച്ച് ബദരിക്ക് പറഞ്ഞയക്കണം. എന്നിട്ടും ഉദ്ധവന് എന്തെങ്കിലും ഒരു പ്രതീകം വേണം. അതുകൊണ്ട് ആ മെതിയടി എടുത്തിട്ട് പോയി. ഈ സത്വവും രജസ്സും തമസ്സും ഈ 3 ഗുണങ്ങൾക്കും അപ്പുറത്താണ് ബ്രഹ്മത്തിൻ്റെ അവസ്ഥ. മനസ്സിനാണെങ്കിൽ ഇത് 3 എണ്ണം മനസ്സിലാക്കാനുള്ള കഴിവേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. വേദാന്തം മനസ്സിലാവില്ല, അനുഭവിക്കാനേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചസാര എന്താണെന്നുള്ളത് നാക്കിലിട്ടാൽ അറിയാം. എത്ര എസ്സേ പഠിച്ചാലും, എത്ര പുസ്തകം വായിച്ചാലും, എത്ര പ്രഭാഷണം കേട്ടാലും, മന്ത്രം ചൊല്ലിയാലും അത് കിട്ടില്ല. അകത്ത് കിട്ടിയോ കിട്ടി, അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യം പക്ഷേ ഉള്ള സ്ഥലത്ത്, ബ്രഹ്മം വിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ 3 ഗുണങ്ങളിൽ ഒന്ന് പ്രകാശിക്കും. അത് സത്വ. അതാണ് നമ്മൾ പറയുക ഭഗവാൻ സത്വസ്വരൂപനാണ് എന്ന് പറയണത്. ആ ഗുണം മാത്രം പ്രകാശിക്കും. കാരണം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ ഇരുന്നാൽ നമുക്കൊരു ശാന്തതയില്ലേ. നമ്മൾ സത്വഗുണം വരും ഓട്ടോമാറ്റിക്കലി. അവിടെ വന്നിട്ട് ആരും ഒച്ചയും ബഹളവും ഉണ്ടാക്കില്ല. അങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്തവരെ അത്രയും ബഹളം ഉണ്ടാക്കുള്ളൂ. എവിടെയും ദേവൻ ഇരിക്കുന്ന സ്ഥലത്ത് ശാന്തമായിരിക്കും, പരമശാന്തം. അതുകൊണ്ടാണ് ഭക്തി ഉണ്ടാവുക. അപ്പം നമുക്ക് ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്വം പ്രകാശിക്കുന്നത്. ഭക്തി സത്വത്തിൽ നിന്ന് വളരുന്ന വികാരമാണ്. ബ്രഹ്മസാന്നിധ്യമുള്ള സ്ഥലം ഇല്ലാത്തത് പ്രപഞ്ചത്തിലില്ല. നമ്മൾ എവിടെ തിരിച്ചറിയണോ അവിടെ നമ്മളിൽ സത്വം ഉണരും. എവിടെ തിരിച്ചറിയണോ, അവയാർ കാല് നീട്ടി അവിടെയൊക്കെ ശിവലിംഗം വന്ന കഥ കേട്ടിട്ടില്ലേ? വയസ്സുകാലത്ത് ഒരു അമ്പലത്തിൽ പോയിരുന്നാണ്. ശിവലിംഗത്തിൽ നേരെ കാല് നീട്ടിയിട്ടിരുന്നു. പൂജാരി വന്നിട്ട് വേണ്ട ചീത്ത, വയസ്സിൽ നിനക്ക് ബോധമില്ലേ, ശിവൻ്റെ നേരെയാണ് കാല് നീട്ടിയിരിക്കുക. അപ്പോൾ എനിക്ക് കാല് വയ്യാനിട്ടാണ്. എന്നിട്ട് കാലിങ്ങോട്ട് നീട്ടിയിട്ട് ഇപ്പുറത്തേക്ക് വെച്ചപ്പോൾ ഇവിടെ ശിവലിംഗം മുളച്ചു. അപ്പോൾ അങ്ങോട്ട് നീട്ടി വെച്ചു, അവിടെ ശിവലിംഗം മുളച്ചു. ഇങ്ങോട്ട് നീട്ടി വെച്ചു, ഇവിടെ ശിവലിംഗം. ശിവനില്ലാത്തൊരു സ്ഥലം ഞാൻ കാണില്ല മകനെ പറഞ്ഞു. അതാണ് ഭാവം. അത് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഭഗവാനില്ലാത്ത സ്ഥലമില്ല. അപ്പോൾ എവിടെ ഭഗവാനെ കാണണോ അവിടെ സത്വഗുണം വരും, അവിടെ ഭക്തി വരും. ഇത് ഭട്ടതിരി ഗുണതലത്തിൽ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കിയത്. ഇനി കർമ്മം ചെയ്യണം. നമുക്കോ കർമ്മം ചെയ്യണവന് ബ്രഹ്മത്തെ കൊണ്ട് എന്താ ഉപയോഗം ചോദിക്കും. ബ്രഹ്മം പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നാൽ പറ്റുമോ? നമുക്കൊക്കെ രാവിലെ എണീച്ച് പണിയെടുത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. നമ്മളൊക്കെ ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ കർമ്മത്തിൻ്റെ തലത്തിൽ ബ്രഹ്മം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്?
യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ട് റെസ്പോണ്ട് ചെയ്യല്ല ചെയ്യണത് നമ്മൾ ചെയ്യുന്നതിനോട്. അത് അതിൻ്റെ കൃപയിൽ കൂടെ, ഗ്രേസിൽ കൂടെയാണ് പ്രതികരിക്കുന്നത്. നമ്മൾ ചെയ്യണ എന്തിലും അതിൻ്റെ ഒരു കൃപയുണ്ട്. നമ്മൾ അതിന് എന്ന് പറഞ്ഞ് സമർപ്പിച്ച് ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി അങ്ങോട്ട് വരും. അപ്പോഴാണ് അത് ശുദ്ധാവുക. ഏത് കർമ്മത്തിനെയും ശുദ്ധമാക്കാനാണ് ബ്രഹ്മാർപ്പണം ചെയ്യണത്. മനുഷ്യന് ലൗകികമായിട്ട് അനവധി വികാരങ്ങളുണ്ട്. അതിൽ ചിലത് മഹാക്കുഴപ്പ. കാമം, പ്രണയം, ഇതൊക്കെ കുഴപ്പം. വൈരം, ശത്രുതാഭാവാദികൾ, കോപം, ഇതൊക്കെ ഉണ്ട്. ഇതിനെ ശുദ്ധീകരിക്കാൻ എന്താ വഴി? ഇതൊന്നും കളയാൻ പറ്റില്ല. ഇതെല്ലാം സാധാരണ മനുഷ്യർക്കുണ്ട്. ഇതൊക്കെ ഭഗവാനിലേക്ക് തിരിച്ചുവിടുക. ആ വിദ്യയാണ് നമ്മൾ ദശമസ്കന്ധത്തിൽ കാണുന്നത്. കൃഷ്ണൻ്റെ ലീലകളിൽ കൂടെ നമ്മൾ കാണുന്നത് മുഴുവൻ ഈ വികാരങ്ങളെ, എന്തൊക്കെ വികാരം, കാമത്തെ പോലും ഭഗവാന്റെ നേരെ തിരിച്ചു വിട്ടാൽ അത് ശുദ്ധമായി. അങ്ങനെ ശുദ്ധാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സഭ്യതയുടെ അപ്പുറത്തുള്ള ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ട്, ഗീതാഗോവിന്ദത്തിൽ മാത്രമല്ല. 90ാമത്തെ ദശകം മഹാപകട. ഇപ്പം ഞാൻ തമാശയ്ക്ക് കഴിഞ്ഞത്, തമാശയല്ല, എനിക്ക് ശരിക്കൊരു പണി കിട്ടിയതാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷം പൂനെയിൽ രാസ്താപേട്ട അമ്പലത്തിൽ സപ്താഹത്തിന് എൻ്റെ ഗുരുനാഥൻ മള്ളിയൂർ പരമേശ്വരേട്ടൻ്റെ ഒപ്പം പ്രഭാഷണത്തിന് ഇരിക്കുക. ഇപ്പോൾ അവിടെ താമസിക്കുന്ന കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം രാത്രി തിരുമേനി ഫോൺ നോക്കിയിട്ട് ചിരിക്കുന്നു, ശരത്തിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ തിരുമേനി? 90ാമത്തെ ദശകം ശരത്തിനാണെന്ന്, ദശമസ്കന്ധം. എൻ്റെ നെഞ്ചിലൊരു കടാര ഉത്തരവരിക. കാരണം സത്രത്തിനാണ്. മള്ളിയൂർ സത്രം എന്ന് പറഞ്ഞാൽ ജനപ്രളയമാണ്. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് ഈ 90ാമത്തെ ദശകം ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കും? ഭഗവാനും ഭാര്യമാരും കൂടെ ജലാശയത്തിൽ ക്രീഡിക്കുന്നതാണ്. അവസാന ദശകമാണ് ദശമസ്കന്ധത്തിൻ്റെ. മഹാപകടം, മനോഹര ശ്ലോകങ്ങൾ. വാക്കർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സഭ്യതയുടെ അപ്പുറത്തു പോകും. പക്ഷേ ഗുരുവായൂരപ്പൻ എന്തോ നിശ്ചയിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബ് കിടപ്പുണ്ട്. അത് തന്ത്രവിദ്യയാണ്. അതിലാണ് അവസാനിപ്പിക്കുന്നത്. ഭഗവാന്റെ രാജകാലം, ചക്രവർത്തിത്വത്തിൻ്റെ പരമകാഷ്ഠ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ 90ാമത്തെ ദശകത്തിൽ. കാരണം അടുത്തത് ഏകാദശം തുടങ്ങുകയാണ്. ബ്രഹ്മാവ് എന്ന് പറയണ സമയമായി വരാൻ. ആ 90ാമത്തെ ദശകം തന്ത്രമാണ്. അത് ദശമസ്കന്ധത്തിൽ മുഴുവൻ നമ്മൾ ഇത്രയും വേദാന്ത വിഷയമായിട്ടാണ് പറയുക സാധാരണ ഭാഗവതത്തിനെ. ദശമസ്കന്ധം മുഴുവൻ തന്ത്രവിദ്യയാണ്. പ്രത്യേകിച്ച് വൃന്ദാവനലീല അവസാനിക്കുന്നത് വരെ അസല് താന്ത്രികമാണ്. രാസക്രീഡ അതിൻ്റെ ഹൈറ്റാണ്. അത് ഇതേ വേദിയിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. രാസക്രീഡ, നാരായണീയത്തിലെ രാസക്രീഡ എടുത്തിട്ട് തന്ത്രവിദ്യ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സംയോജിപ്പിച്ചിരിക്കണം ആചാര്യൻ. നമ്മൾ കരുതുന്നതല്ല, അനവധി ഗൂഢാർത്ഥങ്ങൾ. തന്ത്രത്തിന് രഹസ്യ സ്വഭാവം കൂടും. അനുഷ്ഠാനങ്ങളിലും വളരെ പ്രധാനമാണ്. അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ശരിക്കും ദശമസ്കന്ധം. അപ്പോൾ ഇവിടെ കർമ്മത്തിൻ്റെ തലത്തിൽ നമ്മൾ പ്രയത്നിച്ച് നേടുക എന്നുള്ളതല്ല, ബ്രഹ്മത്തിന് അർപ്പിച്ചിട്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം. ബ്രഹ്മത്തിൻ്റെ, ഭഗവാന്റെ ഗ്രേസ് നമ്മളിലേക്ക് വരണത് എന്തായാലേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയേണ്ടതാകത്ത്. ആ തിരിച്ചറിയലിലാണ് ഇതിൻ്റെ കീ കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ എന്ത് ചെറിയ കാര്യം ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഒരു നിറവുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ഭഗവാന് വേണ്ടിയിട്ടൊരു കപ്പ് ചായ ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കുമ്പോഴേ തൃപ്തിയാവും. കുടിക്കണ്ട, അതിൽ ഉപ്പ് എന്താ പറയുക, ഉപ്പിട്ട മാതിരി ആയിരിക്കും, ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല, മോശമായിരിക്കും. നമ്മൾ പറയില്ല നാടൻ ഭാഷയിൽ വാട്ടച്ചായ പറയും, അങ്ങനെ വാട്ടച്ചായ ആയിരിക്കും. പക്ഷെ ഗുരുവായൂരപ്പന് വേണ്ടി അത് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ പുറമേ കാണുന്ന ഗുണമല്ല, അത് അകത്ത് തരുന്ന നിറവാണ്. ഈ അകത്ത് തരുന്ന നിറവ് ശാസ്ത്രം കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കണ്ണപ്പൻ്റെ കാര്യത്തിലൊക്കെ അതാ സംഭവിക്കുന്നത്. കണ്ണപ്പന് 2 കയ്യേ ഉള്ളൂ, 2 കാലേ ഉള്ളൂ. മലയുടെ അടിവാരത്തുനിന്ന് വേണം, കാട്ടുനിന്ന് വേണം നേദ്യം കൊണ്ടുവരാൻ. പന്നിയെ വേട്ടയാടിയിട്ട് രക്തം ഇറ്റ് വീണ മാംസവും കൊണ്ടുവരും, ശിവലിംഗത്തിൽ വെക്കാനാ. അത് കൊണ്ടുവരുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ അഭിഷേകം ചെയ്യാൻ. താഴെ പുഴയുള്ളൂ, വായിൽ വെള്ളം നിറയ്ക്കും, തലയിൽ മുടിയിൽ പൂതിരികും. അവിടെ വരും, ഒറ്റ തുപ്പാണ്, തുപ്പി അഭിഷേകം, മുടി കൊടയും, മുടിയോട് കൂടിയിട്ട് പൂ വീഴും, പന്നിമാംസം വയ്ക്കും, പുറത്ത് കാവൽ നിൽക്കും, കൊതുകിനെ പോലും ഉള്ളിലേക്ക് വിടില്ല, ഭഗവാന് ശല്യമാവരുതെന്ന് പറഞ്ഞിട്ട്. ഭക്തി വേറൊരു തലാണ് അല്ലേ? അപ്പോൾ തിരിച്ചറിയപ്പെടേണ്ടതാണ് ബ്രഹ്മത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇതാണ് കർമ്മതലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുണത്തിൻ്റെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കും, ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ശാന്തത ഉണ്ടാവും, സത്വഗുണം പ്രകാശിക്കേണ്ടതെന്ന് ധൈര്യമായിട്ട് ഉറപ്പിക്കാം. അത് ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ പ്രകാശിച്ചിരിക്കുകയാണ്. കർമ്മത്തിൻ്റെ തലത്തിൽ നമ്മൾ ഭഗവാന്റെ സ്നേഹം അനുഭവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്തതിൽ നിറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഗുരുവായൂരപ്പൻ സന്തോഷിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ തലത്തിൽ തത്വത്തിൻ്റെ തലത്തിലാണ്. അവിടെ കർമ്മമില്ല, അന്വേഷിക്കണവനുമില്ല, സ്വീകരിക്കണവനുമില്ല, ഒന്നുമില്ല. ആത്മാവായിട്ട് പ്രകാശിക്കണം. ഭഗവാനും ഞാനും ഒന്ന് എന്നുള്ള ബോധം വരും.
വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പണ്ട് ചോദിച്ചൊരു കഥ ഞാൻ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. ശ്രീരാമസ്വാമിക്ക് കണ്ണ് നിറഞ്ഞു ഹനുമാൻ്റെ സ്നേഹം കണ്ടിട്ട്. ഒരു ദിവസം അടുത്ത് വിളിച്ചിട്ട്, കുട്ടി നിനക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര സ്നേഹം എന്ന് ചോദിച്ചു. ഹനുമാനോടേ ശ്രീരാമൻ ചോദിക്കുകയാണ്, എന്തിനാ നീ എന്നെ ഇത്ര സ്നേഹിക്കണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്നിട്ടാ? ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല, എന്നിട്ട് നീ എന്നെ എന്തിനാ ഇത്ര സ്നേഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, എനിക്ക് വാക്കുകളില്ല അത് പറയാൻ, എനിക്കത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ശ്രീരാമൻ ചോദിക്കും, നീ എന്നെ എങ്ങനെയാ കാണുന്നത്? അങ്ങനെ മനസ്സിലാക്കാമല്ലോ. ചിലർ പറയില്ലേ, ഞാൻ നിങ്ങളെ അച്ഛനായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അമ്മയായിട്ടാണ് കാണുന്നത്, സുഹൃത്തായിട്ടാണ് കാണുന്നത്, അങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അത് ശ്ലോകമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പറയണത് വളരെ സിമ്പിളാണ്. ഞാൻ ദേഹമാണെങ്കിൽ അങ്ങ് എൻ്റെ യജമാനാണ്, ഞാൻ ദാസനാണ്. ഞാൻ ജീവൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ ഈശ്വരനാണ്, ഞാൻ ഭക്തനാണ്. കാരണം പ്രാണപ്രിയനാണ് ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഭക്തന് ഭഗവാൻ പ്രാണപ്രിയനാണ്. ഞാൻ ആത്മാവാണെങ്കിൽ രാമ നമ്മളൊന്നാണെന്ന്. ഇത് വിശിഷ്ടാദ്വൈതം, ദ്വൈതം, അദ്വൈതം, അല്ലേ? ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം. നോക്കൂ, ഇത് 3 സ്റ്റെപ്പാണ്. എന്തിനാ തമ്മിൽ തല്ലണത്? 3 പടിയാണ്. ഏതെങ്കിലും ഒരു പടിയില്ലെങ്കിൽ ചാടി കയറാൻ പറ്റുമോ? പറ്റില്ല. ഒരു പടി കയറിയിട്ട് അടുത്ത പടി കയറിയിട്ട് അടുത്ത പടി കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശങ്കരൻ പറഞ്ഞതാണോ ശരി, മധ്വൻ പറഞ്ഞതാണോ ശരി, രാമാനുജൻ പറഞ്ഞതാണോ ശരി, പറ്റി അടികൂടുന്നതിൽ അർത്ഥം എന്താ? ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാക്കിയ മാതിരിയാണ് നമ്മുടെ കാലഘട്ടത്തിലും നമുക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലും ഈശ്വരനെ ചൊല്ലി തമ്മിൽ തല്ലിയത്. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ശക്തികൾ മുഴുവൻ ഇവിടെ കയറി കളിച്ചതും. ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഇത് വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ കർമ്മമില്ല, തേടണമനുമില്ല, ആത്മാവ് ആത്മാവായിട്ട് പ്രകാശിക്കണു. തത്താവദ്ഭാതി. എവിടെ? നമ്മുടെ അകത്ത് തന്നെ എന്ന് ഭട്ടതിരി പറഞ്ഞു വയ്ക്കണു. അപ്പോൾ ഗുണത്തിൻ്റെ തലത്തിൽ ഭഗവാനെ അറിഞ്ഞാൽ ശാന്തത, സത്വം വരും. കർമ്മത്തിൻ്റെ തലത്തിൽ ഭഗവാനെ അറിഞ്ഞാൽ നമുക്ക് നിറവ് വരും. മൂന്നാമത് തത്വത്തിൻ്റെ അർത്ഥത്തിൽ ഭഗവാനെ അറിഞ്ഞാൽ ഭഗവാനും നമ്മൾ ഒന്നാണെന്ന് തിരിച്ചറിയും. ഇത് 3ഉം കിട്ടാനാണ് ഈ ശ്ലോകം പഠിക്കണത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പർപ്പസ് മനസ്സിലായി. ഒറ്റ ശ്ലോകമാണ്. ഇങ്ങനെ 1036 ശ്ലോകത്തിന് ഇതൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് സമയമില്ല. ഓരോന്നിനും ഗുണകർമ്മ തത്വ വിശകലനമുണ്ട്. ഇനി ഭക്തിയുടെ രസം ഇത് മാറ്റി. ഫിലോസഫി ആയിരുന്നു, കുറച്ച് മാറ്റി വെച്ചു. ഇനി വികാരം വേണം. കാരണം നമുക്ക് ഗുരുവായൂരപ്പെന്ന് പറഞ്ഞാൽ വികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വികാരത്തിന് മനുഷ്യനെ ഏറ്റവും അപകടത്തിലാക്കുന്ന വികാരമാണ്. ആ വികാരത്തിനെ ഏകോപിപ്പിച്ച് ശുദ്ധീകരിക്കാനാണ് ഭക്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭക്തിരസം, അതിൻ്റെ ആ ഭക്തിരസത്തിൻ്റെ ഹൈറ്റൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹന്ത. ഹന്ത ശബ്ദമാണ്. അതിനൊരു വ്യാഖ്യാനം പറഞ്ഞു. ഹന്ത കഷ്ടം എന്നുള്ള അർത്ഥത്തിൽ. അഹോ എന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഭട്ടതിരി? ഭട്ടതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രക്രിയാ സർവസ്വം പോലൊരു ഗ്രാമർ പുസ്തകം എഴുതിയ ആളാണ്. അറിവില്ലാണ്ട് എഴുതിയിട്ടുള്ളതല്ല, ആലോചിച്ച് എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ ഇരയമ്മൻ തമ്പിയുടെ ദക്ഷയാഗം കഥകളിയിൽ ഒരു പദമുണ്ട്. സന്തോഷിച്ചാലീശൻ സന്താനശാഖി പോൽ, കോപിച്ചാൽ കൽപ്പാന്താനലൻ പോലെ, ഹന്ത കോപിച്ചാൽ കൽപ്പാന്താനലൻ പോലെ എന്നാണ്. അതിനൊരു പവർ കൂട്ടാൻ എക്സ്ട്രാ ഹന്ത ച അവിടെ മരണം ഉറപ്പാണെന്നാ. ഹന്ത ശബ്ദം ഇംഗ്ലീഷിൽ നമ്മൾ അലാസ് എന്ന് പറയും. അയ്യോ കഷ്ടം എന്ന് നമ്മൾ പറയണതാണ് ശരിക്കും. അതിനെ ഇവിടെ എടുത്ത് ഉപയോഗിച്ചത് അതൊരു ആശ്ചര്യത്തോട് കൂടിയിട്ട്, കഷ്ടം ഇതകത്തുണ്ടായിട്ടും അറിയണില്ലല്ലോ എന്നുള്ള ഭട്ടതിരിയുടെ ഒരു നർമ്മം കൊണ്ട്. കാരണം ഭട്ടതിരി പരിഹസിക്കാൻ മിടുമിടുക്കനാ. അത് പിന്നീടുള്ള ഗുരുവായൂരപ്പനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഭട്ടതിരി പല സ്ഥലത്തും ഭഗവാനെ അസറെ കളിയാക്കുന്നുണ്ട്, ഭഗവാനും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളെ അദ്ദേഹമടക്കമുള്ള സകല ജീവരാശികളെ അദ്ദേഹം അകത്തുണ്ടായിട്ട് തിരിച്ചറിയണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. എന്നിട്ട് പറയണ് ഭാഗ്യമാണത്രേ, ഭാഗ്യം എന്ന് പറയണത് പോലെ ഒരു ഭാവം. ഇനി മറ്റൊരു ഭാവം എടുത്തു കഴിഞ്ഞാൽ അതൊരു പണ്ഡിതൻ പറഞ്ഞതല്ല, അത്ഭുതമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രോഗി ആയി വളരെ ചെറുപ്പത്തിൽ നിസ്സഹായനായി ഒന്നും സാധിക്കില്ല എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്, ഉപനിഷത്തുക്കൾ പോലും ചൂണ്ടിക്കാണിക്കാൻ കഷ്ടപ്പെടുന്ന പരമതത്വം ഇതാ എൻ്റെ മുന്നിൽ നിൽക്കണു. അത് കുട്ടികളെ പോലെ ചിരിക്കണു എൻ്റെ അടുത്ത്. ഗൃഹസ്ഥർക്കും മഹാഭാവികൾക്കും വിശുദ്ധർക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നമസ്കരിക്കാൻ പറ്റണ ഒരു രൂപത്തിൽ ദാ നിൽക്കണു. ഇതിനെ തിരിച്ചറിയണില്ലല്ലോ. ഇത് തന്നെയല്ലേ പുരന്ദരദാസൻ എഴുതി വെച്ചത്, ജഗതോദ്ധാരണ അടിസീതള യശോദേ. ജഗത്തിനെ ഉദ്ധരിക്കണവൻ ആ ഉണ്ണി
മണ്ണിൻ പൊടിയിൽ യശോദരൊപ്പം കളിക്കണമെന്ന് ആർക്കെങ്കിലും അവൾക്കറിയോ നമുക്കറിയോ എന്നാ ചോദിക്കണം അദ്ദേഹം. വല്ല പിടിയുണ്ടോ? അണോരണീയന മഹതോ മഹീയന അപ്രമേയന അടിസിതള യശോദേ. ഒരു പാട്ടാണ് അല്ലേ, അതിനകത്ത് വെച്ചിരിക്കണം. നോക്കൂ. അപ്പോൾ സകലവർക്കും ഒരേപോലെ പ്രാപ്യമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയും എനിക്ക് ആ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ മൗലികാവകാശം. ഇവിടെ ഘോരഘോരം രാഷ്ട്രീയക്കാരും പത്രക്കാരൊക്കെ പ്രസംഗിക്കുന്ന. സത്യസന്ധമായിട്ടൊന്ന് നോക്കൂ. പ്രകൃതി നമുക്ക് ആകെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റേ തന്നിട്ടുള്ളൂ. നമുക്കൊക്കെയുള്ളൊരവകാശം, നമ്മുടെ അകത്തുള്ള സ്വരൂപത്തെ തിരിച്ചറിയാൻ ഒരു അവകാശം തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ കടമയാണ്. ഈ അകത്തുള്ള ആളെ തിരിച്ചറിയാൻ ഒരവകാശം തന്നിട്ടുണ്ട്. ബാക്കി ഒരവകാശവും നമുക്കില്ല. ബാക്കി മുഴുവൻ ചുമതലകളാണ്. കടമകൾ മാത്രം. ആ കടമകളൊക്കെ തന്നെ ഭഗവാങ്കലയ്ക്ക് സമർപ്പിച്ച് ചെയ്താൽ അകത്തുള്ള ഈ അവകാശം താനെ ഫലവത്തായിട്ട് തീരും, ഫ്രൂട്ട്ഫുൾ ആവും. അതുകൊണ്ട് ഈ ശാന്തരസം, ഭക്തിയുടെ ഈ രസം ദാസ്യത്തിലേക്കും വാത്സല്യത്തിലേക്കും ഒക്കെ ഇനി അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും അടുത്ത ദശകങ്ങളിൽ. അതാണ് ഭട്ടതിരി അങ്ങനെ കൊണ്ടുപോകണം. ബുദ്ധി അലിഞ്ഞു പോവാണ്. നോക്കൂ, ബുദ്ധി രാക്ഷസനാണ്. ബുദ്ധിയെ കൊണ്ട് എന്തും കാണിക്കാൻ പറ്റുന്ന ആളാണ്. ശ്ലോകങ്ങൾ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഷേക്സ്പിയറുടെ കാലത്തിനോട് അടുപ്പിച്ചിട്ട് തന്നെയോ അല്ലെങ്കിൽ അതിന് മുന്നോ പിന്നോ ആരും വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് വി ആർ ഓൾ ആക്ടേഴ്സ് എന്ന് എഴുതി വെച്ചതില്ല. ഭട്ടതിരി അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ പുന്നത്തൂർ കോവിലകത്ത് കൂടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടുത്തെ നാടകശാലയിൽ പോയി. ഈ ഗുരുവായൂർ താമസിക്കുന്ന കാലത്ത് അത്യാവശ്യം നടക്കാറായപ്പോൾ എൻ്റർടൈൻമെൻ്റ് ഒന്നും നിർത്തിയിട്ടില്ല, കാണാൻ പോയതാ. അപ്പോൾ മൂപ്പർക്ക് ഒരു ശ്ലോകം തോന്നി. യദ് വിശ്വം രജനീയവനികം പ്രോല്ലസദ്ഭാനുദീപം എന്ന് പറഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെന്നാൽ അതിൻ്റെ മുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോകം ഒരു സ്റ്റേജാണ്, രാത്രിയാണ് കർട്ടൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ പോലുള്ള പാവകളെ വെച്ചിട്ട് ആ പരബ്രഹ്മമായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ഭഗവാൻ പാവ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതന്നെയല്ലേ ഷേക്സ്പിയർ എഴുതി വെച്ചത്. വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് വി ആർ ഓൾ ആക്ടേഴ്സ് എന്ന് എഴുതി വെച്ചു. ഇതൊക്കെ ഭട്ടതിരിയുടെ വരികളാണ്. സ്റ്റാൻഡ് അലോൺ ശ്ലോകങ്ങളത്. അതൊരു കൃതിയിലും കാണില്ല. അദ്ദേഹത്തിൻ്റെ രാജസൂയം പ്രബന്ധമുണ്ട്. ഇതുപോലെ ഇരുന്നിട്ട് കേൾക്കേണ്ടതാ. എന്താ കൃഷ്ണനും ശിശുപാലവധം എങ്ങനെയാണെന്നും ശരിക്ക് കാണാൻ പറ്റും രാജസൂയം പ്രബന്ധം കേട്ട് കഴിഞ്ഞാൽ. ഭട്ടതിരിയുടെ പ്രശസ്തമല്ലാത്ത കൃതികളാണെങ്കിലും കെട്ടിലും മട്ടിലും ഗുണത്തിലും ഒന്നും ഒട്ടും കുറവല്ല രാജസൂയം പ്രബന്ധമൊക്കെ. അപ്പോൾ അദ്ദേഹം മഹാബുദ്ധിമാനും ഭാഷയുടെ മറുകര കണ്ട ആളും ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധി അലിയാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ശ്ലോകം കഴിയുമ്പോൾ തന്നെ ബുദ്ധി ഡിസോൾവ് ആവുകയാണ്. കാരണം ബുദ്ധിയാണ് നമുക്ക് സകല കൺഫ്യൂഷൻ ഉണ്ടാക്കുക. മനസ്സ് സാമാന്യന പാവ, മനസ്സിനെ കുഴപ്പിക്കുന്നത് ബുദ്ധിയാണ് എപ്പോഴും. അതുകൊണ്ടാണ് ബുദ്ധിയിൽ ആദ്യം ശുദ്ധി ഉണ്ടാക്കുന്നത്. വികാരം തൊട്ടിട്ടുള്ള ബുദ്ധി അപകടകാരിയാണ്. എനിക്ക് ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കാൻ പാടില്ല, എനിക്കത് ഇഷ്ടമാണ്, എനിക്കിത് ഇഷ്ടമല്ല, അത് ശത്രു, ഇത് മിത്രം, ഇത് ബുദ്ധിയാണ് പറയണത്. ഈ വികാരം ചേർന്നിട്ടുള്ള ബുദ്ധി നമുക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കും. സകല അപകടങ്ങളും നമ്മൾ തുടങ്ങണതിന് മുമ്പേ അവിടെ എഴുതി റെഡിയാക്കി വെക്കണത് ഈ വികാരം ചേർന്ന ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ആ വികാരമില്ലാത്ത ശുദ്ധബുദ്ധിയെ നമ്മൾ തേങ്ങ ഉടച്ചും ആദ്യം പൂജ കഴിച്ചും വിഘ്നേശ്വര പൂജയായിട്ട് ചെയ്യണം. ഗണപതി ശുദ്ധബുദ്ധിയാണ്. അതിൻ്റെ മുഖത്ത് നോക്കി അതെന്താ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. ആനയുടെ മുഖത്ത് എന്താ റിയാക്ഷൻ എന്നറിയോ? വികാരം എന്താണെന്നറിയോ? അറിയില്ല. അതുകൊണ്ടാണ് ഗജമുഖം കൊടുത്തിരിക്കണമെന്നാണ് പറയുക. ശുദ്ധബുദ്ധിയാണ്. ആ ശുദ്ധബുദ്ധിയെ കിട്ടാനാണ് വാസ്തവത്തിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ശ്ലോകം ചെല്ലേണ്ടതും പഠിക്കേണ്ടത്. അത് കിട്ടിയാൽ നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ റെഡിയായിട്ട് വരും. മാത്രമല്ല ഹൃദയം അതിൻ്റെ യഥാർത്ഥ ആകാരത്തിലേക്ക് വരും. ഈ ഹൃദയത്തിൻ്റെ ഷേപ്പ് എന്താ? കൈ കൂപ്പിയ പോലെയാണ് അല്ലേ? താമരമുട്ട് പോലെയാണ്. അതിൻ്റെ യഥാർത്ഥ ആകാരത്തിലേക്ക് അത് വരുന്നു. ഹൃദയം തന്നെ ഭഗവാനെ വന്ദിക്കുന്നു. എന്താ ഹൃദയം? ഹൃദയം അവനിരിക്കണ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ ഢുക്ക് ഢുക്ക് നിടിക്കണ അതല്ല ഹൃദയം. അവൻ ഇരിക്കുന്ന സ്ഥലം ഹൃദയം. ഹൃദയം. അപ്പം ഇത്രയായി ഭക്തിരസം വരെ വന്നു. ഇനി നമുക്ക് ഉപനിഷത്തുക്കളുടെ കണ്ണുകൂടെ ഒന്ന് ആ ശ്ലോകം നോക്കാം. രൂപമില്ലാത്തതും സൂക്ഷ്മമായിട്ടുള്ളതും കണ്ടാ ഉണ്ടോ ഇല്ലയോ തിരിച്ചറിയില്ല. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊലി, ഇതുണ്ടോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആ ബ്രഹ്മം തന്നെയാണ് അദ്വൈതഭാവം ചോർന്നു പോകാണ്ട്. രണ്ടാണെന്നേ പറയണില്ല, ഒറ്റ ഒന്നേ ഉള്ളൂ എന്നാ ഭാവം ചോർന്നു പോകാതെ ഗുരുവായൂരപ്പനായിട്ട് ഇവിടെ പ്രകാശിക്കണമെന്നാണ് പറഞ്ഞത്. ബ്രഹ്മം ഗുരുവായൂരപ്പനായിട്ട് മാറുകയല്ല,
പക്ഷെ ഗുരുവായൂരപ്പൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയലാണ് ഈ ശ്ലോകം. വ്യത്യാസമുണ്ട്, സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. ഉപ്പുമാവ് ഹെവി ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടില്ല, കിച്ചടി ഹെവി ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടില്ല. സിമെൻ്റ് ഇടുക എന്നാ പറയുക. അത് ഹെവി ആയതുകൊണ്ട് കിട്ടില്ല. ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ ഇവിടെ ബ്രഹ്മം ഗുരുവായൂരപ്പനായിട്ട് മാറിയിട്ടുള്ളതല്ല, ഗുരുവായൂരപ്പൻ ബ്രഹ്മമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യണത്. ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു വലിയ തമ്മിത്തല്ലിനെ യാതൊരു ബഹളവും ഇല്ലാണ്ട് അവിടെ പരിഹരിക്കുകയാണ്. അദ്വൈതവും ഭക്തിയും തമ്മിലുള്ള അടി അവിടെ അവസാനിച്ചു. അദ്വൈതവും ആണോ വലുത് അതോ ഭക്തിയാണോ വലുത്? അദ്വൈതിക്ക് ഭക്തനെ ഇഷ്ടമല്ല, ഭക്തന് അദ്വൈതി ഇഷ്ടമല്ല. ഈ തമ്മിത്തല്ലിനെ ഇല്ലാണ്ടാക്കുള്ളൂ. കാരണം ഭക്തിക്ക് എപ്പോഴും ദ്വൈതത്തിൻ്റെ സ്വഭാവമാണ്. ഭഗവാനും ഞാനും വേറെ 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 എന്ന് പറയുകയാണ്. ആചാര്യസ്വാമികളെയും മധ്വാചാര്യരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ തർക്കം അവിടെ അവസാനിച്ചു. ബ്രഹ്മം വിഷ്ണുവായിട്ട് മാറുന്നില്ല, നേരെ മറിച്ച് വിഷ്ണു ബ്രഹ്മമായിട്ട് തിരിച്ചറിയപ്പെടുകയാണ് അവിടെ. അതേ വിഗ്രഹത്തിൽ ശിവഭക്തന് ശിവനായിട്ട് തിരിച്ചറിയാം, ഗുരുവായൂരപ്പനെ ശിവനായിട്ട് ആരാധിച്ച ഒരു കുഴപ്പമില്ല, അമ്മയായിട്ട് ആരാധിച്ച ഒരു കുഴപ്പമില്ല, ഗണപതിയായിട്ടോ മുരുകനായിട്ടോ ഒക്കെ ആരാധിക്കാം. ഗുരുവായൂരപ്പൻ്റെ മേലൊരു വേലി ചാരി വെച്ച് കൊടുത്താൽ മതി, മുരുകനായിക്കോളും. താടി വെച്ച് കൊടുത്താൽ വേട്ടേക്കരനാവും. താടി വടിച്ചാൽ കൃഷ്ണൻ, താടി വെച്ചാൽ വേട്ടേക്കരൻ, അത്രേ ഉള്ളൂ. അമ്പും ബില്ലും കൊടുത്ത് മീശ പിരിച്ച ശാസ്താവായി. ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുത്താൽ മതി. കോറാളിൽ മാറ്റില്ല. നമ്മൾ തന്നെ എന്തൊക്കെ മേക്കപ്പ് ഇട്ട് എന്തൊക്കെ ഡ്രസ്സ് ഇട്ട് നടക്കണു അല്ലേ? അതുപോലെ അദ്വൈതവും ഭക്തിയും തമ്മിൽ വൈരുദ്ധ്യങ്ങളെ തർക്കങ്ങളില്ലാണ്ട് പരിഹരിച്ചു കൊടുക്കണം. ഇത് വേദാന്തത്തിൻ്റെ കണ്ണിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വേദാന്തം തന്നെ അംഗീകരിക്കുകയാണ് ഭക്തിയെ. അപൂർവ കൃതികളിൽ അത് കാണുള്ളൂ. മറ്റുള്ളവിടെയൊക്കെ അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു താല്പര്യം കാണുക. ഇവിടെ അതല്ല, തുറന്ന മനസ്സാണ് ഭട്ടതിരിയുടെ. ഭട്ടതിരി ആദ്യമേ തന്നെ ഇന്നത് മോശം ഇന്നത് ശരിയെന്ന് വരുത്തി വയ്ക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഗുരുവായൂരപ്പൻ കൊടുക്കുന്ന പ്രസാദം വാങ്ങാൻ മനസ്സ് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ കഴിച്ച പ്ലേറ്റ് കഴുകാണ്ടാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതായത് ഇന്നലെ കേട്ട പ്രഭാഷണം, മിനിങ്ങാന്ന് കേട്ട പ്രഭാഷണം, അതിന് മുമ്പ് കേട്ട വേറെ ഏതോ വായിച്ച പുസ്തകം, ഇതൊക്കെ തലയിൽ ഓടും. ഇവിടെ ഇരുന്ന് പുതിയ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ എച്ചിൽ വെച്ചിട്ടാണ് പുതിയത് കേൾക്കുക. അതുകൊണ്ട് ഭഗവാൻ തരണത് കിട്ടാതെ പോകും. ഭട്ടതിരിക്ക് ആ പ്രശ്നമില്ല. ഭട്ടതിരിയുടെ ബുദ്ധിയെ ഭഗവാൻ ആദ്യമേ അലിയിപ്പിച്ച് കളഞ്ഞുകൊണ്ട് താൻ പഠിച്ചു വെച്ചതൊക്കെ അവിടെ ഒരു സൈഡിൽ വെച്ചു, തുറന്നു വെച്ചു മനസ്സ്. അതുകൊണ്ട് അതവിടെ കിട്ടി. ഇനി എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ്, പക്ഷെ നമുക്ക് അധികം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നാരായണീയത്തിൻ്റെ മന്ത്രശാസ്ത്ര വീക്ഷണം. നാരായണീയത്തിൻ്റെ ഓരോ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോ മന്ത്രം ചൊല്ലണേൻ്റെ ഫല. ഭട്ടതിരി അനവധി മന്ത്രാക്ഷരങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് 1036 ശ്ലോകത്തിലും. ഇത് ജപിച്ചാൽ അത്ര ശക്തമാണ്. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ 1-2 ശ്ലോകങ്ങളെങ്കിലും പറയാമെന്ന് വിചാരിച്ച്. നിത്യജപത്തിന് വളരെ വിശേഷമാണ്. മന്ത്രം ഏതാണെന്ന് നമ്മൾ വിശ്ലേഷിച്ച് പറയില്ല, പൊതുവേദിയിൽ പറയില്ല. പക്ഷെ ആ ശ്ലോകം ചൊല്ലിയാൽ മതി, അത് നോക്കിയാൽ മതി. കുട്ടിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ തേന് ചേർത്തിട്ട് പൊടിച്ച് അല്ലേ കൊടുക്കില്ലേ? ആനയ്ക്ക് മാംസം കൊടുക്കേണ്ട അവസ്ഥ വരും മരുന്നിന് വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യും? ശർക്കരയൊക്കെ ചേർത്ത് കുഴച്ച് ചോറ് കൊണ്ട് പൊതിഞ്ഞിട്ട് ഒറ്റ തള്ളു വെച്ച് കൊടുക്കും വായിലേക്ക്. അറിഞ്ഞ ആന തട്ടും, ആളെ കൊല്ലും കൊടുത്തവനെ. മിക്ക ആനകളും ചെയ്യും. പക്ഷേ മരുന്നാണ്, കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള മന്ത്രങ്ങളെ പോലും പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, സൗന്ദര്യലഹരി പറഞ്ഞു, അതിനൊരു എക്സാമ്പിളായിട്ട്. അതേപോലെയാണ് ഇതിലും. തിരിച്ചറിവിൻ്റെ ഒരു മഹാമന്ത്രമാണ്. ബീജപ്രധാനാണ്. ഇതിൽ ധാരാളം ബീജാക്ഷരങ്ങളുണ്ട്. അർത്ഥപ്രധാനാണ്. ശബ്ദത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണേക്കാട്ടിലും ബുദ്ധിയിലേക്ക് തുളച്ചു കയറുന്ന അർത്ഥം ഈ ശ്ലോകത്തിലുണ്ട്. നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്, ഞാൻ ഇന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പം എന്നോട് ചോദിക്കണം ഒരാൾ, നിങ്ങളാരാ? അപ്പം ഞാൻ പറയും എൻ്റെ പേര് ശരത്ത് എന്നാണ്. അപ്പോൾ ചോദിക്കും, ശരത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ മകനാണ്, ഇന്ന തറവാട്ടിലാണ് ജനിച്ചത്, ഇന്ന സ്ഥലത്ത് താമസിക്കണു, ഇന്ന ജോലി ചെയ്യണു, ഇന്ന ആളുടെ ഭർത്താവാണ്, ഇന്ന ആൾക്കാരുടെ അച്ഛനാണ്, ഇന്ന ആളുടെ സഹോദരനാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അയാൾ പറഞ്ഞ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളാരാ എന്ന് വീണ്ടും ചോദിക്കണം. എന്താ ഉത്തരം പറയുക? സ്വന്തം പേര് പോലും മറ്റുള്ളവർ തന്നാണ് നമുക്ക്. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, ഒരു ഉദാഹരണം പഴയ കേൾക്കുന്ന ആൾക്കാർക്കറിയാം. തലയിൽ ഒരു തേങ്ങ വീണാൽ മതി, തലയിൽ ഒരു തേങ്ങ വീഴ് ഇടിവെട്ടുക ചെയ്താൽ മതി, ഞാൻ ആരാണെന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം അത്രയും ഫ്രജൈലാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ആലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് നമ്മൾ ഈ പൊക്കി പിടിച്ച് ആ നടത്തം അല്ലേ, കഥകളിൽ ജരാസന്ധനൊക്കെ നടക്കണ വരി ആ ഒരു നടത്തം നമ്മൾ നടക്കണം.
ഒരു സെക്കൻഡ് കൊണ്ട് തീരാവുന്ന ഐഡന്റിറ്റിയെ നമുക്കുള്ളൂ. നമ്മൾ ജനിച്ച ഉടനെ നമ്മുടെ അമ്മയുടെ അടുത്ത് നിന്ന് നമ്മളെ എടുത്തിട്ട് ഏതോ വീട്ടിൽ കൊണ്ട കിടത്തി. നമ്മൾ ആ ഐഡന്റിറ്റിയിലല്ലേ വളർന്നുണ്ടാവുക? ഈ ഒരു സംസ്കാരത്തിൽ വളരുമോ? വാസനകൾ ഉണ്ടാവുമായിരിക്കും. കുറച്ചുകൂടെ മുതിരുമ്പോൾ ഇത്തരം അന്തരീക്ഷം കാണുമ്പോൾ എന്തോ ഒരു അടുപ്പം തോന്നും, സംഭവിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ധാരാളം അന്യമതസ്ഥരായിട്ടുള്ള വ്യക്തികൾ മെസ്സേജ് അയക്കാറുണ്ട്. ചെറുപ്പക്കാർ, സെമറ്റിക് മതങ്ങളിലുള്ളവർ, അവരൊക്കെ ഗുരുവായൂരപ്പനോട് ആകർഷണമുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് ആകർഷണം? ഒരാളിപ്പോൾ നാരായണീയം പഠിക്കുന്നുണ്ട്. ഭഗവാന്റെ പ്രദേശത്ത് തന്നെ അടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മറ്റൊരു മതത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കല്യാണത്തിനൊക്കെ വീഡിയോ എടുക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ നാരായണീയം പഠിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രീതിക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ വാസന വരാം, പക്ഷേ നമ്മളെ പൂർണ്ണമായിട്ടും അന്തരീക്ഷത്തു നിന്ന് മാറ്റി അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്ക് നമ്മുടെ ഒന്നും യഥാർത്ഥ സ്വത്വം എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എല്ലാം ബോറോഡ് ഐഡൻറ്റിറ്റീസാണ്. അച്ഛനും അമ്മയും തന്ന പേര് തൊട്ട് ഞാനാണ് നിൻ്റെ അച്ഛനും അമ്മയെന്ന് അവർ പറഞ്ഞത് വിശ്വസിച്ച്, അല്ലേ, ഇവനാണ് നിൻ്റെ കൂടപ്പുറപ്പ് എന്ന് പറഞ്ഞത് വിശ്വസിച്ച്, ഇതാണ് നിൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞത് വിശ്വസിച്ച്, ഇതാണ് നിൻ്റെ വീട് എന്ന് പറഞ്ഞത് വിശ്വസിച്ച്, നിൻ്റെ പേരിൽ ഈ സ്വത്തുണ്ട് എന്ന് പറഞ്ഞത് വിശ്വസിച്ച്, ചിലർ ചിരിക്കുന്നു അത് പറയുമ്പോൾ, അങ്ങനെ വിശ്വസിച്ച്, എല്ലാം വിശ്വാസങ്ങളുടെ മുകളിലാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടായിട്ടുള്ളത്. ഇത് മുഴുവൻ തകരാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് സ്വത്വബോധം തകർക്കുക, അഹം കരിക്കുക. അഹങ്കാരത്തിനെ എങ്ങനെ ഇല്ലാണ്ടാക്കുക? അഹം കരിച്ചിട്ടാ. ആ അഹങ്കരിക്കലാണ് മഹാദേവൻ ചെയ്യണത്. അത് തന്നെയാണ് നാരായണനും ചെയ്തു തരണം. രണ്ട് രീതിയാണെന്ന് മാത്രം. രണ്ട് രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പുരഹരനും മുരഹരനും ഇവിടെ പറഞ്ഞു. ആ സ്വത്വബോധം തകർക്കാനുള്ള ബീജാക്ഷരങ്ങൾ, അക്ഷര ശബ്ദങ്ങൾ, മന്ത്രശബ്ദങ്ങൾ കൊണ്ട് തന്നെ സാധിക്കും. ചിലപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി അതാണ്. അത് ഈ ശ്ലോകത്തിലുണ്ട്. ഇതിനെ ഈ ഒരൊറ്റ ശ്ലോകം ആവർത്തിച്ച് പാരായണം ചെയ്താൽ നമ്മുടെ സ്വത്വം മാറും. ആദ്യം നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ആവുക നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം ആരും പറഞ്ഞു തരാണ്ടിയും സ്വയം വെറുതെ ആലോചിച്ച് ഞാൻ ശരീരമല്ല പറഞ്ഞിട്ട് ഒരു പിച്ച് പിച്ചുമ്പോൾ അയ്യോ ചാടും, അല്ലേ? അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. ഇത് അകത്തുനിന്ന് കിട്ടണം. അങ്ങനെ വരുമ്പോൾ അനസ്തേഷ്യ എടുക്കാണ്ട് നിങ്ങൾ സർജറി ചെയ്തോ എനിക്ക് അനസ്തേഷ്യ തരണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന രമണ മഹർഷിയെ പോലാവും. ശരീരത്തിന് ഇന്ദ്രിയങ്ങളെ അങ്ങനെ വലിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ എവിടെയാണോ വേദന അതിൽ നിന്ന് അങ്ങോട്ട് വലിക്കുകയാണ്. അങ്ങനെ വലിക്കുന്ന ആദ്യം ശരീരത്തിന് ആ സാധനം ആർക്കെങ്കിലും സിദ്ധിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാന്ദ്രാനന്ദാബോധാത്മകം എന്നുള്ള ശ്ലോകത്തിനെ നിഷ്ഠയായിട്ട് ദിവസം ചെല്ലുക. ആ ശ്ലോകം മാത്രം ചെല്ലിയാൽ മതി. ശരീരബോധം പോവും. ആ ശരീരബോധം പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്തിനെയോ തേടുന്ന നമ്മുടെ ഉള്ളിലേക്ക്, ആ അന്വേഷകനിലേക്ക്, സീക്കറിലേക്ക് ചെല്ലും. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സീക്കറാണ്, ഞാൻ അന്വേഷിക്കണവനാണ് എന്നുള്ള ബോധമാവും. കുറച്ചുകൂടെ ജപിച്ചു കഴിഞ്ഞാൽ സാക്ഷിയിലേക്കാവും. അത് എല്ലാം കണ്ടുകൊണ്ടിരിക്കണു. എൻ്റെ ശരീരം അവിടെ ഇരിക്കണു, ഈ പ്രവചനം നടത്തണു, എൻ്റെ മനസ്സ് ഗുരുവായൂരിയ്ക്കണു, എൻ്റെ ബുദ്ധി അക്ഷരത്തിലിരിക്കണു എന്ന് ഞാൻ എന്നിൽ നിന്ന് മാറി നിന്നിട്ട് നോക്കുന്നൊരവസ്ഥ. നമ്മൾക്ക് തന്നെ വല്ലാണ്ട സങ്കടം വന്ന് നമ്മൾ കരയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ തന്നെ നോക്കും. ചിലരുണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണാടി പോയി നോക്കും, അല്ലേ? ചെയ്തിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് അത് ഏറ്റവും കൂടെ ചെയ്തിട്ടുണ്ടാവുക. കാരണം കുട്ടിക്കാലത്ത് ആ ബോധം അപ്പോഴും ഉണ്ടാകും. സാക്ഷിഭാവം കുട്ടിയിൽ കുറച്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മുതിരുമ്പോൾ നഷ്ടപ്പെടും. ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കണ്ണാടി നോക്കിക്കോളൂ, നല്ലതാ. സാക്ഷിഭാവം നമുക്ക് കാണാം. നമ്മൾ കരയുമ്പോൾ എത്ര വൃത്തികേടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വല്ലാതെ കോപിക്കുമ്പോൾ, കോപം കൊണ്ട് വിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തിന് ഇത്ര ദേഷ്യപ്പെടണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കോപം കൊണ്ട് വിറയ്ക്കുമ്പോഴും തോന്നും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്തവരാ, അത് സാക്ഷിയാണ്. അമിതമായിട്ട് തുള്ളിച്ചാടി സന്തോഷിക്കുകയാണ്, അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുകയാണ്, ഞാൻ എന്തിന് ഇപ്പം ഇത്ര സന്തോഷിക്കണത്? സമത്വം എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അത് സാക്ഷിയാണ്. സാക്ഷി അങ്ങനെ തിരിച്ചറിയുക. ആ അവസ്ഥ താനെ വരുന്നു. ഇപ്പം ഞാൻ കൃഷ്ണായനം 2 ഭാഗം 1ഉം 2ഉം ഭാഗം ബാംഗ്ലൂർ പറഞ്ഞു, ഇനി 3ഉം 4ഉം ചെന്നൈയിൽ വരുന്നുണ്ട്. എന്തിനേയും 3ഉം 4ഉം മാറ്റി വെച്ചാൽ ആദ്യം 1ഉം 2ഉം വൃത്തിയായിട്ട് അഭ്യസിക്കട്ടെ വെച്ചിട്ടാ. അപ്പോൾ 1ഉം 2ഉം കേട്ട് അഭ്യസിച്ചുള്ളതാണ് 3ഉം 4ഉം. അതിപ്പോൾ ചെന്നൈയിൽ മാർച്ച് 28, 29 വരുന്നുണ്ട്. അപ്പോൾ ആ 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ സാക്ഷി എങ്ങനെ പ്രാക്ടീസ് ചെയ്യും?
അതിൽ കുറേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തവർക്കൊരു മന്ത്രം കൊണ്ടൊരു വിദ്യ വേണമെങ്കിൽ ഈ സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ശ്ലോകം നിത്യേന അർത്ഥവിചാരത്തോട് കൂടിയിട്ട് ചെല്ലിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ബുദ്ധി ലയിക്കും, ശരീരത്തിനുള്ള ബോധം കുറയും, അന്വേഷിയിലേക്ക് പോവും, അവിടുന്ന് സാക്ഷിയിലേക്ക് വരും, സാക്ഷിയും പോയി നിശബ്ദമായിട്ടുള്ള പൂർണ്ണതയിലേക്ക് എത്തും. ഗുരുവായൂരപ്പനെ ആത്യന്തികമായിട്ട് അനുഭവിക്കുക നിശബ്ദതയിലാണ്. ഇന്നർ സൈലൻസ് എന്ന് പറയും നമ്മൾ, അകത്ത സൈലൻസ്. നമ്മുടെ വിചാരം ബഹളങ്ങളിലാണ് ഭഗവാനെ കിട്ടുക എന്നാ, ആൾക്കൂട്ടങ്ങളിലാണ് ഭഗവാനെ കിട്ടുക എന്നല്ല. അകത്ത് നിശബ്ദതയിൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ, അല്ലാതെ എവിടെയും കിട്ടില്ല. വൈകുണ്ഠത്തിലാണെങ്കിലും കൈലാസത്തിലാണെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്തത് അവിടുത്തെ നിശബ്ദതയാണ്. ഈശ്വര, ഇത്ര സൈലൻ്റ് ആയിട്ടൊരു സ്ഥലമെന്ന്. കാരണം നമ്മൾ ഈ ബഹളത്തിലിരുന്ന് നമുക്ക് ഒരു സെക്കൻഡ് കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഇനി വിസ കിട്ടി പോകാൻ പറ്റിയാൽ പോലും ഇരിക്കാൻ പറ്റില്ല. നിശബ്ദത എവിടെയാണോ അവിടെയാണ് എല്ലാ സംശയങ്ങളും അവസാനിക്കുന്നത്. സംശയത്തിൻ്റെ ഒരു പൊടിയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിശബ്ദത ഉണ്ടാവില്ല, ഒരു ചിന്തയുണ്ടാവും, അല്ലേ? എല്ലാ സംശയങ്ങളും, കുണ്ഠത എന്ന് പറഞ്ഞാൽ സംശയം, ആ സംശയങ്ങൾ മുഴുവൻ ഇല്ലാത്ത അവസ്ഥയുള്ള സ്ഥലം വൈകുണ്ഠം. അതൊരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തിക്കാനാണ് ഈ ശ്ലോകം നമ്മളെ എത്തിക്കുന്നത്. ഇതിൽ ചില അക്ഷരങ്ങളുണ്ട്, ആ കൊട്ടൊന്ന് പോട്ടെ, അക്ഷരം കറക്റ്റ് കേൾക്കണം. ന എന്ന അക്ഷരം, ദ എന്നുള്ള അക്ഷരം, ഭ എന്നുള്ള അക്ഷരം, മ എന്നുള്ള അക്ഷരം. ഈ അക്ഷരങ്ങളുടെ കട്ടി തന്നെ സാന്ദ്രാക്ഷരങ്ങളത്. പറഞ്ഞു തുടങ്ങണേ സാന്ദ്രാനന്ദാവെന്നും പറഞ്ഞിട്ട് ആ കട്ടി ദ്യോതിപ്പിക്കാൻ. ഭട്ടതിരിയുടെ ഒരു വലിയ കഴിവെന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, ശബ്ദത്തിൻ്റെ പ്രയോഗത്തിൽ കൂടെ അദ്ദേഹം ഒരു അന്തരീക്ഷം അങ്ങോട്ട് സൃഷ്ടിക്കും, അല്ലേ? ഞാൻ സ്ഥിരം പറയാറുള്ളൊരു ഫേവറേറ്റ് ഡയലോഗുണ്ട്, ആ മണിത്തർത്താഴിൻ്റെ ക്ലൈമാക്സിൽ തിരുമേനി ഉണ്ടാക്കി തരുന്നൊരു അന്തരീക്ഷമാണ് എനിക്ക് വേണ്ടതെന്ന് ഡോക്ടർ സണ്ണി പറയുന്നുണ്ട്. ആ അന്തരീക്ഷം, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രാവിലെ വേദഘോഷം കേൾക്കണു, ആ അന്തരീക്ഷമാണ് ഇവിടെ സെറ്റ് ചെയ്തത്, അല്ലേ? ഇത് ശരിക്ക് പഴയ ഒരു വഴിയാണ്, ഒരു റോഡാണ്, ഇതിൻ്റെ ഊർജ്ജമേ വേറെയായിരുന്നു. പക്ഷെ ഇവിടെ നടന്ന സത്സംഗങ്ങൾ കൊണ്ട് അതിൻ്റെ ഊർജ്ജ സ്വഭാവം മാറിപ്പോയി. എങ്ങനെയാണ് മാറ്റണത്? ആ അന്തരീക്ഷം മാറ്റിയിട്ടാണ്. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും ദുഷിപ്പ് നിൽക്കണു, അവിടെ ഒരു വിളക്ക് കൊളുത്തി വെച്ച് ഒരു ചന്ദനത്തിൽ വെച്ചാൽ അപ്പം തന്നെ അന്തരീക്ഷം മാറി. അവിടെ ഒരു നാമം ജപിച്ചാൽ പിന്നെയും മാറി. അതേപോലെ അക്ഷരങ്ങളിൽ കൂടെ അന്തരീക്ഷ സൃഷ്ടി നടത്തും. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു, കേശവാശതൃത പിഞ്ചികാവി എന്ന് പറയുമ്പോൾ രാസക്രിയയുടെ അന്തരീക്ഷം കൊണ്ടുവരുന്ന അതേ ആൾ തന്നെ നരസിംഹാവതാരത്തിൽ ഇപ്പോൾ നാളെ വൈകുന്നേരം വരും. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ശബ്ദങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കണം. ആ ശബ്ദം കേട്ടാൽ മതി, സംസ്കൃതം അറിയാത്തവനാണെങ്കിൽ പോലും ഇതാ നരസിംഹ അവതരിച്ചു എന്ന് മനസ്സിലാക്കും. ഭാഗവതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന തരത്തിലാണ് നരസിംഹാവതാരം എഴുതി വച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ പോലും ഇത്രയ്ക്കും ശബ്ദഗാംഭീര്യം നമുക്ക് കിട്ടില്ല. അത് ഭട്ടതിരിയുടെ ഒരു വലിയ കഴിവാണ്. അപ്പം ഇവിടെ ന ദ ഭ മ ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു ശക്തിയുണ്ട്. ഇപ്പം നേരത്തെ മാമ എനിക്ക് പ്രപഞ്ചസാര തന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്തെ കുറച്ച് കൊണ്ടുവന്ന് കാണിച്ചു തന്നിരുന്നു. അത് ദ്വാദശാക്ഷരത്തിൻ്റെയും അഷ്ടാക്ഷരത്തിൻ്റെയും പ്രയോഗവിധികളാണ്. പ്രപഞ്ചസാര തന്ത്രം സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികളുടെ തന്ത്രഗ്രന്ഥമാണ്. അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഓരോ അക്ഷരത്തിൻ്റെ ശക്തി എന്താന്ന് പറയല. മന്ത്രം ജപിക്കുന്നവൻ അക്ഷരത്തിൻ്റെ ശക്തി മനസ്സിലാക്കാണ്ട് ജപിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഇതിൽ പല സ്ഥലത്തും സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യ. ഇപ്പം ഞാനിപ്പോൾ എടുത്തത് കുറച്ച് സാമം ചലനമാതിരി എടുത്തത്, ഒരല്പം സാമത്തിൻ്റെ സ്വഭാവത്തിലെടുത്തത്. ആ ആ ആ ആ ഓഗ്ര ആ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നെഞ്ചും ഈ ലങ്സും വികസിക്കും. കൊച്ചുകുട്ടികൾ എന്തിനാ കരയണം എന്ന് പറഞ്ഞ് ജനിച്ച ഉടനെ? നെഞ്ചും കൂടി വികസിക്കാനാ, ലങ്സിന് ബലം വരാനാണ്. നല്ലോണം കരയണം കുട്ടികൾ, വാവിട്ട് കരയണം. അങ്ങനെ കരയുമ്പോഴാണ് ബലം കിട്ടുക പറയും. ഈ ആ ശബ്ദം എടുത്തു ചെല്ലുമ്പോൾ നെഞ്ചിൻ്റെയും ശ്വാസത്തിൻ്റെയും വികാസം ഉണ്ടാവും. നോക്കൂ, ഒരൊറ്റ അക്ഷരത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ്. ആകാരം ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുകയാണ്. കാരണം തകർന്ന് തമസ് കിടക്കുന്ന ഒരാളെ വലിച്ചു പൊക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ശ്വാസങ്ങൾ എടുത്തിട്ടില്ലേ നമ്മളങ്ങടെ കച്ചമുറുക്കി ഇറങ്ങുക. അത് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് തന്ത്രവിദ്യ അങ്ങനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഭട്ടതിരി.
നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ പറയാനുണ്ടോയെന്ന്. ഇത്രയും പറയാനുണ്ട്. ഒന്നും പോരാ, എവിടേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഇത് പരിശ്രമത്തിനെക്കാട്ടിലും മുകളിലായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സമർപ്പണ ഭാവത്തിന് ഉണ്ടാക്കി കൊണ്ടുവരും. അർത്ഥമറിഞ്ഞിട്ട് നമ്മളിത് അതിന് കൊടുക്കേണ്ട ശക്തിയിൽ നമ്മളത് കൊടുക്കുമ്പോൾ നോക്കൂ, ഗുരുവായൂരപ്പൻ എന്ത് കൊടുക്കുകയാണെങ്കിലും സ്പെഷ്യലായിട്ടുള്ളതും ബെസ്റ്റായിട്ടുള്ളതല്ലേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ ശ്ലോകം അത് ചെല്ലേണ്ടതിന് നമ്മുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലി സമർപ്പിച്ചൂടെ? ഈ കടം തുലയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? നാരായണീയം ഫോട്ടോ എടുക്കാനും ഒരേമാതിരി ഡ്രസ്സ് ഇടാനുമായിട്ടുള്ളതായി മാറിയില്ലേ? അങ്ങനെ ആവാൻ പാടുണ്ടോ? പാടുവോ? പാടില്ല. അപ്പോൾ ഈ ശ്ലോകം ആദ്യം ബുദ്ധിയെ ശുദ്ധീകരിക്കും, അതിനുശേഷം ഹൃദയത്തിൽ പോയിട്ട് കുടിയിരിക്കുന്ന പറയണത്. നമ്മുടെ മനസ്സ് സെറ്റിലാവേണ്ടത് ഭഗവാന്റെ പാദത്തിലാണ്. അവിടെ കൊണ്ട് സെറ്റിലാക്കും മനസ്സിനെ. രോഗത്തിൻ്റെ അവസ്ഥയിലോ അത് രോഗമുള്ള സമയത്തോ അതേപോലെ തന്നെ എന്നും ജപിക്കണേൻ്റെ ഭഗവാന്റെ ജപത്തിൻ്റെ തുടക്കത്തിലോ ഈ സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ശ്ലോകം ചെല്ലുന്നത് വളരെ ഫലം തരും. കാരണം ഏത് ദൈവീക ക്രിയ ചെയ്യണതിന് മുമ്പും ഈ ശ്ലോകം നമ്മുടെ ശരീരത്തിയായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുക. ഇതിലേറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്കിതെന്നൊക്കെ രക്ഷപ്പെടണം എന്നുള്ള നമ്മുടെ ആഗ്രഹത്തിനെ, അല്ലെങ്കിൽ ഉത്കണ്ഠ, എന്നെങ്കിലും എനിക്കൊരു രക്ഷ ഉണ്ടാവുമോ ഭഗവാനെ എന്നുള്ള ഉത്കണ്ഠയെ മാറ്റിയിട്ട് ഞാൻ ഇപ്പം തന്നെ ഞാൻ സുരക്ഷിതനാണ്, ഗുരുവായൂരപ്പൻ തന്നെ 4 കൈകൊണ്ടും എന്നെ ചേർത്ത് പിടിച്ചിരിക്കേണ്ടതെന്നുള്ള ഒരു കംഫർട്ട് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫീൽ ഉണ്ടാക്കി തരും ഈ ശ്ലോകം. ആരും പറയാതെ തന്നെ ഇത് ജപിക്കെ നമ്മുടെ അകത്ത് ആ രക്ഷ ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ ഇതൊരു തരത്തിൽ വൈകാരികമായിട്ടുള്ളൊരു കവചമന്ത്രം കൂടിയാണ്. എന്ത് ഉപാസന തുടങ്ങുമ്പോഴും ആദ്യം കവചം ചെല്ലണം. നമ്മുടെ ഇഷ്ടദേവൻ ആരാണോ ആ 3 കാര്യമാണ് ഏത് ഇഷ്ടദേവനാണെങ്കിലും കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ വേറെ. കവചം പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ ജപം മോഷ്ടിക്കാൻ ഇഷ്ടംമാതിരി ശക്തികളുണ്ട്. അത് നമ്മുടെ പിതൃക്കളിൽ തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ശൈവം മാത്രം ചെയ്യുന്നൊരു കുടുംബത്തിൽ പെട്ടെന്നൊരുത്തം വൈഷ്ണവനായ പിതൃക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. നേരെ തിരിച്ചു. അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളുണ്ട്. അധികാരഭേദത്തിൻ്റെയൊക്കെ വിഷയങ്ങൾ വരും. അതുകൊണ്ട് ഗ്രഹങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ഇവൻ പെട്ടെന്ന് അവൻ്റെ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണ്ട എന്ന് ശനീശ്വരൻ തീരുമാനിച്ചാൽ മതി. ജപം മുടങ്ങും, മടി വരും. അതുകൊണ്ട് കവചം നിശ്ചയമായിട്ടും പഠിച്ച് ആദ്യം തന്നെ ചെല്ലണം. അതിനുശേഷം മന്ത്രം ഉണ്ടെങ്കിൽ മന്ത്രം ചെല്ലാം. പിന്നെ വേണ്ടത് ഒരു സ്തോത്രം. എന്തിനാ സ്തോത്രം? ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ സിനിമയിലും നാടകത്തിലൊക്കെ ഭഗവാൻ സന്തുഷ്ടനായി ഞാൻ വത്സ എന്നൊക്കെ പറയുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ സന്തോഷം നമ്മുടെ അകത്താണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തൃപ്തിയാണ് ഭഗവാന്റെ തൃപ്തി. നമ്മൾ പൂജ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, നേദ്യം കൊടുക്കുന്ന സമയത്ത് ഗന്ധം പിടിച്ചില്ലെങ്കിൽ പോലും കൊടുക്കണ നേദ്യത്തിൻ്റെ രുചി നാവിൽ വരും. ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലുള്ള ഫസ്റ്റ് ലക്ഷണം അതാ. നമുക്ക് ആ രുചി വരും, നാക്കിൽ കിട്ടും. ഭഗവാന്റെ വായിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഭഗവാനത് രുചിച്ച് ഇറക്ക നമുക്ക് ആ രുചി അകത്ത അനുഭവമായിട്ട് വരാൻ തുടങ്ങും. ഒരു മന്ത്രവും വേണ്ട അതിന്. ഭഗവാന്റെ പ്രാണനും നമ്മുടെ പ്രാണനും ഒന്നായിട്ട് തീരണ സമയത്താണ് സംഭവിക്കുക, ആ ഐക്യം വരുമ്പോൾ. അപ്പം ഇവിടെ ഈ ഒരു വിദ്യ, ഈ ശ്ലോകം നമുക്ക് ആ ഐക്യപ്പെടാനുള്ളൊരു വിദ്യ ഒരുക്കി തരികയാണ് ചെയ്യണം. ബ്രഹ്മത്തിൽ എത്താൻ വേണ്ടിയിട്ടല്ല ഈ ശ്ലോകം ചെല്ലേണ്ട. കാരണം എവിടെ എത്താനൊന്നുമില്ല, നമ്മൾ ബ്രഹ്മത്തിലാണ്. അത് ബ്രഹ്മമാണ് നമ്മളും. അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് നാളെ കിട്ടണ്ട, ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ച് ചെല്ലേണ്ട ഒരു സ്ഥലമല്ല ഗുരുവായൂർ. ഗുരുവായൂർ നമ്മുടെ ശരീരമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എവിടെ നിൽക്കണു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ചൊല്ലി പഠിക്കേണ്ടത്. ഏതൊരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കണം എന്താ, ഞാനിപ്പോൾ എവിടെയാ, അവിടുന്ന് എവിടേക്കാണ് പോകേണ്ടത്, അതല്ലേ ചിന്തിക്കുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ പറയും ഞാൻ നാളെ എൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നമ്മൾ മാർക്ക് ചെയ്യും നമ്മളെ, അല്ലേ? നമ്മൾ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഈ ശ്ലോകം ഒന്നാമത്തെ ശ്ലോകമായിട്ട് കൊടുത്തിട്ടുള്ള എന്താ വെച്ചാൽ, ഇനി വരാണ്ടിരിക്കുന്ന ഈ വലിയ 1035 ശ്ലോകങ്ങളുടെ യാത്രയിൽ ആദ്യം ഞാൻ എവിടെ നിൽക്കണമെന്ന് ഭട്ടതിരി തന്നെ മാർക്ക് ചെയ്യണം. ഇത് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. നമ്മൾ നമ്മളെ മാർക്ക് ചെയ്യണം. ബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ല. തത്താവത് ഭാതി, ബ്രഹ്മതത്വം തത്താവത് ഭാതി എന്ന് പറയണത് അവിടെ ബ്രഹ്മതത്വം ഇരിക്കണു, എനിക്ക് ഇവിടുന്ന് അവിടെ പോകണം എന്ന് പറയാനല്ല. ഞാനിപ്പോൾ എവിടെ നിൽക്കണു, എൻ്റെ തിരിച്ചറിവ്, ഞാനും ആ തിരിച്ചറിവും തമ്മിലുള്ള ദൂരം എന്ത് എന്ന ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കണം. ഇത് ചെല്ലുന്ന സമയത്ത്
താഴെ പറയണ ഇനി പറയാൻ പോകുന്ന ഭാവം എന്താണെങ്കിലും ഒന്നും എനിക്ക് നേടാനില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ചെല്ലുന്ന സമയത്ത് ഇനി എനിക്ക് ഒന്നും നേടാനില്ല ഗുരുവായൂരപ്പ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കിനി ഒന്നും ശരിയാക്കാനില്ല, ആര് വന്നാലും ഒന്നും ശരിയാക്കാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്ത് സംഭവിച്ചാലും ഇനി ഒന്നും ശരിയാക്കാനില്ല എൻ്റെ ലൈഫിൽ എന്ന് തോന്നുകയാണെങ്കിൽ, എനിക്ക് യാതൊരു കുറവുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, കുറയൊന്നുമില്ല ഈ മരൈമൂർത്തി കണ്ണ, ഒരു കുറവുമില്ല എനിക്കിനി ഒന്നും ശരിയാക്കാനുമില്ല, എനിക്കൊന്നും നേടാനുമില്ല എന്നീ ശ്ലോകം ചെല്ലുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ബാക്കി 1035 ശ്ലോകം വായിക്കേണ്ട. ഭട്ടതിരിയുടെ ലക്ഷ്യം പൂർത്തിയായി, ഇവിടെ അവസാനിപ്പിച്ചോളൂ. നാരായണീയം മുഴുവൻ കേൾക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ ഫസ്റ്റ് ശ്ലോകം ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സത്യസന്ധമായിരിക്കണം. എനിക്കിനി ഒന്നും നേടാനില്ല ഭഗവാനെ, ഒരു കുറവും എനിക്കില്ല, ഇനി എനിക്ക് ഒന്നും നേരാക്കി തരും വേണ്ട, ഞാൻ തൃപ്തനാണ് എന്ന് നിറവ് വരുന്നുണ്ടെങ്കിൽ ആ തൃപ്തി സമ്പത്താണ്. അതാണ് യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്തിനെ അവസാനത്തെ ദശകത്തിൽ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. എന്താ പേര്? പരമാനന്ദ സന്തോഹലക്ഷ്മി. ഇതെൻ്റെ മനസ്സിൽ എന്നും നിലനിർത്തി തരണം എന്നേ ഭട്ടതിരി പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് അത്രയും ദിവസം എടുത്തു. ഭാഗ്യം ചെയ്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ അത് കിട്ടേണ്ടത് കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഹ്വാനം അല്ലെങ്കിൽ ആ വിളി നമ്മുടെയും ആഹ്വാനമായിട്ട് മാറും. അങ്ങനെയുള്ള ബ്രഹ്മം ഗുരുവായൂരിൽ ഇതാ പരസ്യമായിട്ട് അസ്പഷ്ടമായിട്ടുള്ള കോടാനുകോടി സൂര്യന്മാരുടെ തേജസ്സിനെ അതിക്രമിക്കുന്ന, വേദങ്ങൾക്ക് പോലും നിർവചിക്കാൻ പറ്റാത്ത ആ തേജസ്, ആ ബ്രഹ്മതത്വം ഗുരുവായൂരിൽ പ്രകാശിക്കണു. നമ്മൾ മനുഷ്യർക്കൊക്കെ അത് വലിയ ഭാഗ്യമാണ്. ജനം എന്ന് പറഞ്ഞാൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് എല്ലാം ജനമാണ്. എല്ലാ ജീവജാലങ്ങളും അതിൽപ്പെടും, സകല ചരാചരങ്ങളും അതിൽപ്പെടും. കാരണം അചരങ്ങൾക്ക്, കല്ലിന് പോലും ബോധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കല്ലിന് പോലും ബോധമുണ്ട്. ഈ എന്താ പറയുക, പൂക്കൊട്ടയ്ക്ക് ബോധമുണ്ട്, ഈ പ്ലഗിന് ബോധമുണ്ട്, എല്ലാറ്റിലും ബോധവസ്തു ഉണ്ട്. ബോധവസ്തു ഇല്ലാണ്ട് ഒന്നുമില്ല. ജീവൻ വേറെ. നമ്മുടെ ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അവൻ ബോധം കെട്ടുമെന്ന്. യഥാർത്ഥത്തിൽ ആരും ബോധം കെടുന്നില്ല. പ്രജ്ഞ മറിയലാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിന് തന്നെ ഇത്രയും അർത്ഥം പറയാമെങ്കിൽ ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 1035 ശ്ലോകങ്ങൾ നമ്മൾ എങ്ങനെ പറഞ്ഞു തീർക്കും ഗുരുവായൂരപ്പ? ഇത് ഒന്നുമല്ല. ഇതിപ്പോൾ ആയുർവേദമായിട്ട് എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ആയുർവേദം എടുത്തിട്ട്, അതേപോലെ തന്നെ ഹംസയോഗം എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ശ്വാസത്തിൻ്റെ മാത്രം വിദ്യ, ശരനൂല് എന്ന് പറയും. ശ്വാസം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില ആചാര്യന്മാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം ചെക്ക് ചെയ്യുന്നുണ്ടാവും. വീഡിയോ ഒക്കെ കണ്ടാൽ കാണാം. വലത്തെ മൂക്കിലാണോ ഇടത്തെ മൂക്കിലാണോ എന്ന് ശ്വാസം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഹംസവിദ്യ വഴി വ്യാഖ്യാനിക്കാം. രാജയോഗത്തിൻ്റെ മാർഗത്തിൽ വ്യാഖ്യാനിക്കാം, കുണ്ഡലിനി യോഗത്തിൻ്റെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭട്ടതിരി ഒരു സാധാരണ മനുഷ്യനായിരുന്നോ അതോ ഭട്ടതിരിക്ക് ഭഗവാൻ ബോധം കെടുത്തിയിട്ട് ഭട്ടതിരിയെ കൊണ്ട് എഴുതിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. കാരണം ഇതിൻ്റെ കാലത്തിന് ശേഷമുള്ള ഭട്ടതിരിയുടെ ജീവിതവും ഇതുമായിട്ട് ഒത്തുപോകുന്നില്ല. ഇത്രയും പറഞ്ഞ ഒരാളാണോ ഇങ്ങനെയൊക്കെ പിന്നെയും നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പം ഭഗവാന്റെ കയ്യിൽ ആരെപ്പോൾ എങ്ങനെ ഉപകരണമാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം ഗീത മുഴുവൻ കേട്ട അർജുനൻ പോലും കുറച്ചുകൂടെ കൊല്ലം കഴിഞ്ഞപ്പോൾ ഭഗവാനെ അന്ന് പറഞ്ഞതൊക്കെ മറന്നുപോയി, ഒന്നുകൂടെ പറഞ്ഞു തരും എന്ന് പറഞ്ഞ ആളാ. അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കവചം സ്തോത്രം 2 എന്ന്. മൂന്നാമത് വേണ്ടതാണ് സ്വാധ്യായം. എന്തെങ്കിലും ആ ദേവൻ്റെ, നമ്മുടെ ഇഷ്ടദേവനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കൃതി, ഒരു ശ്ലോകമെങ്കിലും ദിവസം വായിക്കുക, പഠിക്കുക. ഇത് 3 ചെയ്താൽ മതി ഒരു ഇഷ്ടദേവതയുടെ ഉപാസനയ്ക്ക്. മന്ത്രം കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല. കവചം വായിക്കുക, സ്തോത്രം ചൊല്ലുക, സ്വാധ്യായം ചെയ്യുക. 3 കഴിഞ്ഞാൽ എണീച്ച് ഓടരുത്, മിണ്ടാതിരിക്കുക. ഒരു 2 മിനിറ്റെങ്കിലും കണ്ണടച്ച് മിണ്ടാതിരിക്കുക. ഇരുന്ന് ഉറങ്ങിയാലും സാരമില്ല, മിണ്ടാതിരിക്കുക. ഉറങ്ങുക എന്നുള്ളത് ഒരു മോശം കാര്യമില്ല. ഉണർന്നുറങ്ങണം. ഉണർന്നുറങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റിയെ, ഏതൊന്നിനെയാണോ ദുർലഭ്യമായിട്ടുള്ളൊരു വസ്തു, അതിനെ ആദ്യം അതിൻ്റെ സ്വരൂപം പറയുകയാണ്. ആണ് സ്വരൂപവും മഹാത്മ്യവും എന്നാണ് പറയുക അതിനെ. ആദ്യത്തതിനെ സച്ചിദാനന്ദ കട്ടയാണ്, അത് അസ്പഷ്ടമാണ്, പ്രകാശസ്വരൂപമാണ്.
ശരീരത്തിലിരിക്കുന്നത് തന്നെയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക, ഇതിവിടെ തന്നെ ഉണ്ടായിട്ടും ഇതിനെ തിരിച്ചറിയണില്ലല്ലോ, ഇതിനെ അന്വേഷിച്ച് നടക്കുകയല്ലേ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞ് ഭട്ടതിരി ആദ്യം തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണ്, നമ്മൾ പറയും ഭൂമി പൂജ എന്ന് പറയും, ഒരു ബിൽഡിംഗ് പണിയണതിന് മുമ്പ് അല്ലേ ഒരു കല്ലൊക്കെ വെച്ച് ആ കല്ല് വെച്ചതാണ് ഈ ഒന്നാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തിനെ തന്നെ ഗുരുവായൂരപ്പനായിട്ട് കണ്ട് എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക.